അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മുമ്പെടുത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. മുമ്പ് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആമുഖത്തിനെ പറ്റി പഠിച്ചില്ലേ? ഭരണഘടനയുടെ ആമുഖത്തെ പറ്റി പഠിച്ചു അല്ലെ? ആരാണ് ആമുഖത്തിന്റെ ശില്പി? ആരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി? ആരാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? രണ്ടും ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറിയത്? നമ്മുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് അല്ലെ? അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഭരണഘടനയ്ക്ക് ഒരു ആമുഖം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അത് BN റാവു ആണ്. ആരാണ്? BN റാവു ആണ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ആരാണ്? BN റാവു. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് MN റോയ് ആണ്. ആരാണ്? MN റോയ് ആണ്. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആരാണ് ഭരണഘടനയുടെ ആമുഖം അടങ്ങിയ പേജിനെ അലങ്കരിച്ചത്? അലങ്കരിച്ചത് മാത്രം കേട്ടാൽ നമ്മൾ എന്തുകൂടി ആലോചിക്കണം? ഞാൻ പറഞ്ഞിരുന്നു, അലങ്കരിച്ച് മനോഹരമാക്കി എന്ന് ആലോചിക്കണം അല്ലേ? അപ്പൊ മനോഹരമാക്കി എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? റാം മനോഹർ സിൻഹ. ആരാണ് അലങ്കരിച്ചത്? റാം മനോഹർ സിൻഹയാണ്. ആരാണ്? റാം മനോഹർ സിൻഹ. പിന്നെ എന്തൊക്കെ പഠിച്ചു? ഭരണഘടനയുടെ ആമുഖത്തിന്റെ വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചില്ലേ? എന്തൊക്കെയാണ് വിശേഷണങ്ങൾ? ആരാണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജാതകം എന്ന് കേട്ടാൽ നമ്മൾ എന്താലോചിക്കണം? ഏഷ്യാനെറ്റ് ന്യൂസിലെ മറ്റേ പരിപാടി ആലോചിക്കാൻ ഞാൻ പറഞ്ഞു അല്ലേ? ടടടടൻ ടടടടൻ. അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? മുൻഷി കിട്ടും. അപ്പൊ നമുക്ക് ആരെ കിട്ടും? KM മുൻഷിയാണ് രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്. ഇനി തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാൽ അതാരാണ്? തിരിച്ചറിയൽ കാർഡ് എന്തിനാണ് ഉപയോഗിക്കുക? തിരിച്ചറിയൽ കാർഡ് എന്തിനു ഉപയോഗിക്കും? എന്തിനാണ്? എന്നെ തിരിച്ചറിയാനല്ലേ? എന്തിനാണ്? എന്നെ തിരിച്ചറിയാനാണ് തിരിച്ചറിയൽ കാർഡ്. എന്തിനാണ്? എന്നെ തിരിച്ചറിയാൻ. എന്നെ പൽക്കിവാല. ആരാണ്? എന്നെ പൽക്കിവാലയാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. ആരാണ്? എന്നെ പൽക്കിവാലയാണ് തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആത്മാവാണ്, താക്കോലാണ്, അതുപോലെ തന്നെ ഭരണഘടനയിലെ ഒരു രത്നമാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മൾ ഒറ്റ വാക്ക് അതിൽ കണക്ട് ചെയ്താൽ കിട്ടൂലേ? താക്കോൽ. ആരാണ്? താക്കൂർ. പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ. താക്കോൽ എന്നാലോചിച്ചാൽ താക്കൂർ എന്ന് കിട്ടും. അപ്പൊ പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവയാണ് ഭരണഘടനയുടെ ആത്മാവാണ്, താക്കോലാണ്, ഭരണഘടനയിലെ ഒരു രത്നമാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് പണ്ഡിറ്റ് താക്കൂർ ദാസ് ഭാർഗവ. ഇനി ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് എപ്പോഴാണ്? ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1976 76 നമ്മൾ എങ്ങനെ കണക്ട് ചെയ്തു? 42ാം ഭേദഗതി അല്ലേ? 42ാം ഭേദഗതിയാണ്. 4+2 എത്രയാണ്? 6 ആണ്. അപ്പൊ 1976. ഇനി 44ാം ഭേദഗതി എപ്പോഴാണ് നമ്മൾ പഠിച്ചു? 4+4 എത്രയാണ്? 8 ആണ്. 1978 44ാം ഭേദഗതി. അപ്പൊ ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത് എപ്പോഴാന്ന് ചോദിച്ചാൽ 1976 42ാം ഭേദഗതിയാണ്. ആ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ് അല്ലെ? ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. രാഷ്ട്രപതി ആരാന്ന് ചോദിച്ചാൽ അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. രണ്ടാളെയും കിട്ടുമല്ലോ. പിന്നെ എന്ത് പഠിച്ചു? ഭേദഗതി ചെയ്തപ്പോൾ കൂട്ടിച്ചേർത്ത വാക്കുകൾ എന്തൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. വാക്കുകൾ എന്തൊക്കെയാണ്? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത. പഠിക്കണേ. മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകളാണ് ആമുഖത്തിൽ കൂട്ടിച്ചേർത്തത്. എത്ര ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എപ്പോഴാണ്? 1935 ഏപ്രിൽ 1 RBI നിലവിൽ വന്നത്. RBIയുടെ ആസ്ഥാനം എവിടെയാണ്? അത് മുംബൈ ആണ് അല്ലെ? RBIയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈയാണ്. RBIയുടെ ആസ്ഥാനം മുംബൈയാണ്. ആരായിരുന്നു ആദ്യത്തെ ഗവർണർ? RBIയുടെ ആദ്യ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. പിന്നെ നമ്മളൊരു കറണ്ട് അഫയറും അവിടെ പഠിച്ചില്ലേ? കഴിഞ്ഞ LDCക്ക് ഒരു ചോദ്യം വന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ LDCക്ക് ചോദ്യം വന്നു. ആരാണ് ഇപ്പത്തെ ഗവർണർ ആരാണ്? അത് ശക്തികാന്ത് ദാസ് ആണ്. RBIയുടെ ഇപ്പത്തെ നിലവിലെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അത് ശക്തികാന്ത് ദാസ് ആണ്. പിന്നെ 1 രൂപ നോട്ടിൽ ഒഴികെ മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് ആരാണ്? അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ, റിസർവ് ബാങ്കിന്റെ ഗവർണർ ആണ്. പിന്നെന്താണ്? 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അത് ധനകാര്യ സെക്രട്ടറി ആണ് അല്ലെ? 1 രൂപ നോട്ടിൽ ഒഴികെ മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പുവെക്കുന്നത് RBI ഗവർണർ ആണെങ്കിൽ 1 രൂപ നോട്ടിൽ ഒപ്പുവെക്കുന്നത് ആരാണ്? ധനകാര്യ സെക്രട്ടറി ആണ്. പിന്നെ അതുപോലെ തന്നെ RBIയുടെ ചിഹ്നത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്? വൃക്ഷം ഏതാണ്? അത് എണ്ണപ്പനയും. മൃഗം ഏതാന്ന് ചോദിച്ചാൽ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് എന്താണ്? വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ അത് എണ്ണപ്പന. മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് കടുവ. മാറിപ്പോയതേ. മൃഗം കടുവയാണ് അല്ലെ? മൃഗം കടുവ അല്ലെ? നമ്മുടെ ദേശീയ മൃഗം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് റോയൽ ബംഗാൾ കടുവ. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തേര ടൈഗ്രിസ് അല്ലെ? ടൈഗർ എന്നല്ലേ കടുവയെ വിളിക്കുക? അപ്പൊ പാന്തേര ടൈഗ്രിസ്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് ടൈഗർ, കടുവയാണ്. റോയൽ ബംഗാൾ കടുവയാണ്. അപ്പൊ അതിന്റെ ശാസ്ത്രീയ നാമം എന്താന്ന് ചോദിച്ചാൽ എന്താണ്? പാന്തേര ടൈഗ്രിസ് ആണ്. അപ്പൊ
RBIയുടെ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന മുദ്രണം ചെയ്തിരിക്കുന്ന മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് കടുവയും, വൃക്ഷം ഏതാന്ന് ചോദിച്ചാൽ അത് എണ്ണപ്പനയുമാണ്. അത് രണ്ടും മാറിപ്പോലല്ലോ. അപ്പൊ ആദ്യത്തെ ഗവർണർ ആരാണ് നമ്മൾ പഠിച്ചു, അത് ഓസ്ബോൺ സ്മിത്ത് ആണ്. നിലവിൽ വന്നത് എപ്പോഴാണ് നമ്മൾ പഠിച്ചു, 1935 ഏപ്രിൽ 1-നാണ് അല്ലെ. 1935 ഏപ്രിൽ 1-നാണ്. ആ ഭാഗങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ മുമ്പ് എന്തൊക്കെ പഠിച്ചിരുന്നു, കറണ്ട് അഫയർ ആയിട്ട് നോബൽ സമ്മാനം പഠിച്ചിരുന്നില്ലേ, കറണ്ട് അഫയർ ആയിട്ട് നോബൽ സമ്മാനം പഠിച്ചിരുന്നു അല്ലെ. ഏതൊക്കെ 2023 നോബൽ സമ്മാനം അല്ലേ പഠിച്ചത്. രസതന്ത്രത്തിന് ആർക്കാണ് ലഭിച്ചത്, നമ്മൾ എങ്ങനെ പഠിച്ചു, നല്ല രസത്തില് ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ആഗ്രഹം ദോശ തിന്നണമെന്ന് അല്ലേ. നല്ല രസത്തിൽ ബ്രൂ കോഫി കുടിക്കല്ലേ, അപ്പൊ അതിന്റെ ഒപ്പം ഒരു ദോശയും കൂടി കിട്ടിയ കേമം. അപ്പൊ എന്താണ്, അപ്പൊ ദോശ തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോ അയാൾ എന്ത് വേണം, മാവ് വേണം, മാവ് വേണം. അലക്സി ഐ ഇക്കിമോ അല്ലെ, ലൂയിസ് ഇ ബ്രൂസ് അല്ലേ ഈ ബ്രൂ കോഫി എന്താണ്, ലൂയിസ് ഇ ബ്രൂസ്. മാവ് വേണം അല്ലെ, മാവ് വേണം, ബാ വണ്ടി കയറ്. അലക്സി ഐ ഇക്കിമോവ്, മാവ് വേണം. പിന്നെന്താണ്, ബാ വണ്ടി കയറ്. മൗങ്കി ജി ഭവണ്ടി അല്ലെ, രസതന്ത്രത്തിനാണ് ലഭിച്ചത്. അതിന് നമ്മൾ എന്ത് പഠിച്ചു, നല്ല രസത്തിലാണ് ബ്രൂ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്നുണ്ടല്ലോ. പിന്നെ സമാധാനത്തിന് ആൾക്കാർ ലഭിച്ചത്, സമാധാനത്തിന് നർഗീസ് മുഹമ്മദി അല്ലെ, നർഗീസ് മുഹമ്മദി ഇസ്ലാമിലെ ഒരു പ്രവാചകനാണ് മുഹമ്മദ്. അങ്ങനെ ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, സമാധാനത്തിന്റെ പാതയിലല്ലേ അദ്ദേഹം. അപ്പൊ സമാധാനത്തിന് ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കാണ്, നർഗീസ് മുഹമ്മദിക്കാണ് അല്ലെ. ആർക്കാണ്, നർഗീസ് മുഹമ്മദി. പിന്നെ നോബൽ സമ്മാനം നമ്മൾ ഇന്ത്യക്കാരെ പഠിച്ചതല്ലേ, ആദ്യം ലഭിച്ച ഇന്ത്യക്കാരനാരാ. ഇനി അത് ഈ ക്ലാസ് കണ്ട ആരും എന്തായാലും മറക്കില്ല. ആദ്യം ലഭിച്ച ഇന്ത്യക്കാരനാരാ, നിങ്ങൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആദ്യം ലഭിച്ച ഇന്ത്യക്കാരൻ നിങ്ങൾക്ക് കിട്ടി. അദ്ദേഹത്തിന്റെ കൃതികൾ ഏതൊക്കെയാണ്, കൃതികൾ ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്. ഇതൊക്കെ ആരുടെ കൃതികളാണ്, അദ്ദേഹത്തിന്റെ കൃതികളാണ്. ആരാണ് ഈ അദ്ദേഹം, രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ. രവീന്ദ്രനാഥ് ടാഗോറിനാണ് 1913 ആദ്യമായിട്ട് നോബൽ സമ്മാനം ലഭിച്ചത്. ആദ്യം നോബൽ സമ്മാനം ലഭിച്ച ഏഷ്യക്കാരൻ, ആദ്യം നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്, അതാരാണ്, രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ് ഇതൊക്കെ ആരുടെ കൃതികളാണ്, രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതികളാണ്. പിന്നെ അതുപോലെ തന്നെ താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്, അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ. താജ്മഹലിനെ കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണീർ തുള്ളി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്, ഗാന്ധിജിയെ മഹാത്മാഗാന്ധി എന്നല്ലേ. അപ്പൊ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്, അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പഠിച്ചോ, മഹാത്മാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഏക മലയാളി ആരാണ്, ഏക നവോത്ഥാന നായകൻ എന്നൊക്കെ ചോദിച്ചാരാണ്, മഹാത്മാ അയ്യങ്കാളിയാണ് കേട്ടോ. ആരാണ്, മഹാത്മാ അയ്യങ്കാളിയാണ്. നമ്മൾ ഇവിടെ ഇപ്പൊ എന്താ പഠിച്ചത്, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. പിന്നെ അതുപോലെ തന്നെ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്, നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും രവീന്ദ്രനാഥ് ടാഗോർ ആണ്. നമ്മുടെ ദേശീയ ഗാനം രചിച്ചത് ആരാന്ന് ചോദിച്ചാലും രവീന്ദ്രനാഥ് ടാഗോർ ആണ്. കിട്ടുമല്ലോ. ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറും ദേശീയ ഗീതം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഏത് കൃതിയിൽ നിന്നാണ് എടുത്തത്, ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് ദേശീയ ഗീതം എടുത്തിട്ടുള്ളത്. ദേശീയ ഗീതം രചിച്ചത് ആരാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്, അത് പിംഗലി വെങ്കയ്യ അല്ലെ. പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇനി ദേശീയ മുദ്ര രൂപകൽപ്പന ചെയ്തത് ആരാണ്, അത് ദീനാനാഥ് ഭാർഗവ. ആരാണ്, ദീനാനാഥ് ഭാർഗവയാണ്. എല്ലാ ഭാഗങ്ങളും കിട്ടുന്നുണ്ടല്ലോ. ഏതാണ് നമ്മുടെ ദേശീയ ജലജീവി, ദേശീയ ജലജീവി ഏതാണ്, അതേതാണ്, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ് അല്ലെ. ദേശീയ ജലജീവി ഏതാന്ന് ചോദിച്ചാൽ അത് ഗംഗാ ഡോൾഫിൻ. ദേശീയ നദി ഏതാന്ന് ചോദിച്ചാൽ അത് ഗംഗ. അതുപോലെ തന്നെ ദേശീയ മത്സ്യം ഏതാന്ന് ചോദിച്ചാൽ അത് അയല. ഓക്കെ, ദേശീയ മത്സ്യം ഏതാന്ന് ചോദിച്ചാൽ അത് അയലാണ്. പിന്നെ ദേശീയ പക്ഷി ഏതാണ്, മയിലാണ് അല്ലെ. ദേശീയ പക്ഷിയാണ് മയില്. മയിലാളൊരു പാവാണ് അല്ലെ. അപ്പൊ പാവോ ക്രിസ്റ്റാറ്റസ്. പ്രിയങ്കരിയായ മയില് ആളൊരു പാവമാണ്. അത് നമ്മൾ എന്തിനാ അങ്ങനെ പഠിച്ചു, പ്രിയങ്കരിയായ മയില് ആളൊരു പാവമാണ്. പ്രിയങ്ക പാവം അല്ലെ. പ്രിയങ്കരിയായ മയിലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. പിന്നെ പ്രിയങ്കരി എന്ന് പഠിച്ചത് എന്തിനാ, പ്രിയങ്ക എന്തിന്റെ സങ്കര ഇനമാണ്, പാവാണ് അല്ലെ. അപ്പൊ പാവലിന്റെ സങ്കര ഇനമാണ് പ്രിയങ്ക. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ ഇതൊക്കെ എന്തിന്റെ സങ്കര ഇനമാണ്, തെങ്ങിന്റെ സങ്കര ഇനമാണ് അല്ലെ. എന്താണ്, ചന്ദ്രലക്ഷ, ലക്ഷഗംഗ ഇതൊക്കെ എന്തിന്റെയാണ്, തെങ്ങിന്റെ സങ്കര ഇനങ്ങളാണ്. എല്ലാം കിട്ടുന്നുണ്ടല്ലോ. പിന്നെ പച്ചമുളകിന്റെ നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഉജ്ജ്വല, ജ്വാലമുഖി, അനുഗ്രഹ. അത് നമ്മൾ എങ്ങനെ പഠിച്ചു, ഉജ്ജ്വലം, മുളക് അടിച്ചു കഴിഞ്ഞാൽ എന്താ, ഉജ്ജ്വലം അല്ലെ. ഉജ്ജ്വല അത് തന്നെ ജ്വാലമുഖിയും കിട്ടും. പിന്നെ എന്താണ്, കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഐസ് എന്തെങ്കിലും എടുത്ത് വായിലിട്ടാ അനുഗ്രഹം അല്ലെ. ആ എരിവ് പോയി കിട്ടിയ എന്താണ്, അനുഗ്രഹം. അപ്പൊ അനുഗ്രഹ. ഈ മൂന്നെണ്ണം എന്താണ്, പച്ചമുളകിന്റെ ആണ് അല്ലെ.
പിന്നെന്താണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക. നമ്മൾ പാട്ടിലൂടെ പഠിച്ചതാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക. അത് ഏതിന്റെയാണ്? അത് പയറിന്റെ ആണ് അല്ലെ? ഏതാണ്? പയറിന്റെ ആണ്. ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക. എപ്പോഴാണ് അന്താരാഷ്ട്ര പയർ വർഷം? അന്താരാഷ്ട്ര പയർ വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ 2016 കേട്ടോ. 2016. പയർ. ഓക്കെ, എന്നുള്ളത് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. പയർ. ഓക്കെ, പയർ. അപ്പൊ 2016 അന്താരാഷ്ട്ര പയർ വർഷം. ഇനി അന്താരാഷ്ട്ര മണ്ണ് വർഷം എപ്പോഴാന്ന് ചോദിച്ചാൽ അത് 2015 കേട്ടോ. എപ്പോഴാണ്? 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. അതും കിട്ടുന്നുണ്ടല്ലോ. ഏതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ് കേട്ടോ. ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് ലാറ്ററൈറ്റ് സോയിൽ ആണ്. ഏതാണ്? ലാറ്ററൈറ്റ് സോയിൽ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. ഇനി ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ബ്ലാക്ക് സോയിൽ, കറുത്ത മണ്ണല്ലേ അല്ലേ? റിഗർ, ചെർണോസം എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് കറുത്ത മണ്ണാണ്, അഥവാ ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ എവിടെയാണ്? ഡക്കാൻ പീഠഭൂമിയിൽ. ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. ഇനി കറുത്ത മണ്ണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? പാലക്കാടുള്ള ചിറ്റൂരാണ് അല്ലെ? പാലക്കാടുള്ള ചിറ്റൂരാണ് കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. മണ്ണിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കുറച്ച് മണ്ണുകളെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് പഠിച്ചു പോകാം. നമുക്ക് വരും ക്ലാസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ? ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. പൗരത്വത്തിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയി പഠിച്ചല്ലോ. നമ്മൾ പൗരത്വം ഭാഗം എത്രയാണ് നമ്മൾ പഠിച്ചതല്ലേ? ഭാഗങ്ങൾ നമ്മൾ പഠിച്ചതല്ലേ? ഭാഗം 2 എന്താണ്? ഭാഗം 2 പൗരത്വമാണെങ്കിൽ ഭാഗം 3 എന്താണ്? ഭാഗം 3 മൗലിക അവകാശമാണെങ്കിൽ ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ, ഭാഗം 4A. അടുത്തത് ശ്രദ്ധിക്കണം, ഭാഗം 5 അല്ല, ഭാഗം 4A ആണ് മൗലിക കടമകൾ. ഓക്കെ, മൗലിക കടമകൾ. ക്ലിയർ അല്ലേ? അപ്പൊ പൗരത്വം ഭാഗം എത്രയാണ്? പൗരത്വം ഭാഗം 2 ആണ്. ആർട്ടിക്കിൾ എത്രയെന്ന് ചോദിച്ചാൽ 5 മുതൽ 11 വരെയാണ്. എത്രയാണ്? 5 മുതൽ 11 വരെയാണ് പൗരത്വം. അപ്പൊ ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 5 മുതൽ 11. ഭാഗം എത്രയെന്ന് ചോദിച്ചാൽ ഭാഗം 2. പൗരത്വത്തിന്റെ ഭാഗം കിട്ടിയല്ലോ. ഭാഗം 2 ആണ്. നമ്മൾ മുമ്പ് പഠിച്ചതാണ് അല്ലെ? ഭാഗങ്ങൾ നമ്മൾ ക്ലിയർ ആയി തന്നെ പഠിച്ചതാണ്. ഭാഗം 4A പഠിച്ചു. പിന്നെ ഭാഗം 9 ഏതാണ്? പഞ്ചായത്ത് രാജാണ്. പിന്നെ ഭാഗം 15 ഏതാണ്? തെരഞ്ഞെടുപ്പാണ്. 18 അടിയന്തരാവസ്ഥ. 20 ഏതാന്ന് ചോദിച്ചാൽ അത് ഭേദഗതി. ഇതൊക്കെ നമ്മൾ ക്ലിയർ ആയി തന്നെ പഠിച്ചതല്ലേ? എല്ലാം കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഭാഗം 2 ഏതാന്ന് ചോദിച്ചാൽ അത് പൗരത്വമാണ്. അതിന്റെ ആർട്ടിക്കിൾ എത്രയാണ്? 5 മുതൽ 11 വരെയാണ് കേട്ടോ. 5 മുതൽ 11 വരെ. ഓക്കെ. ഇനി ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലെ? ബ്രിട്ടൻ. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റിട്ടുകൾ എന്ന ആശയം. എത്ര റിട്ട് ഉണ്ട് നമുക്ക്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറന്റോ, പ്രോഹിബിഷൻ, സെർഷ്യൂററി, അങ്ങനെ 5 റിട്ടുകളല്ലേ ഉള്ളത്. അപ്പൊ റിട്ടുകളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ റിട്ടുകൾ എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? റിട്ട് ബ്രിട്ടൻ. ഓക്കെ, കിട്ടിയോ? റിട്ട് ബ്രിട്ടൻ. ആലോചിച്ചാൽ മതി. അപ്പൊ റിട്ടുകൾ ബ്രിട്ടൻ. റിട്ട് ബ്രിട്ടൻ. അത് ക്ലിയർ അല്ലേ? അപ്പൊ ഏക പൗരത്വം കടമെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാലും എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കേട്ടോ. ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നതും ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന ആശയം നിർദ്ദേശിച്ചത് ആരാണ്? അത് LM സിഗ്മി കമ്മിറ്റിയാണ്. LM സിഗ്മി കമ്മിറ്റിയാണ് ഇരട്ട പൗരത്വം, ഇന്ത്യയിൽ ഇരട്ട പൗരത്വം വേണമെന്ന ആശയം നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ LM സിഗ്മി കമ്മിറ്റിയാണ്. ഏതാണ്? LM സിഗ്മി കമ്മിറ്റി. ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? റിട്ട് ബ്രിട്ടൻ. ഓക്കെ, അതും കിട്ടിയല്ലോ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ഭാഗം എത്രയാണ്? പൗരത്വത്തിന്റെ ഭാഗം എത്രയാണ്? ഭാഗം 2 ആണ് അല്ലെ? ആർട്ടിക്കിൾ എത്രയെന്ന് ചോദിച്ചാൽ 5 മുതൽ 11 വരെയാണ്. അപ്പൊ അത് രണ്ടും പഠിച്ചേ. ക്ലിയർ അല്ലേ? അവിടെ നിന്ന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പൊ അടുത്ത് നോക്കാം, മൗലിക അവകാശങ്ങൾ. പൗരത്വം ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? പൗരത്വം എത്രയാണ്? ഭാഗം എത്രയെന്ന് ചോദിച്ചാൽ ഭാഗം 2 അല്ലേ? ഭാഗം 2 പൗരത്വം. പിന്നെ എന്താണ്? ആർട്ടിക്കിൾ എത്രയെന്ന് ചോദിച്ചാൽ 5 മുതൽ 11 വരെ അല്ലേ? 5 മുതൽ 11 വരെയാണ്. ഇനി ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ അല്ലെ? ബ്രിട്ടനിൽ നിന്നാണ്. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ. അതും ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ. ഇനി ഇരട്ട പൗരത്വം വേണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? LM സിഗ്മി കമ്മിറ്റിയാണ്. LM സിഗ്മി കമ്മിറ്റിയാണ്. ഓക്കെ ആണല്ലോ. ഇനി മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 ആണ് അല്ലെ? മൗലിക അവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗമാണ് ഭാഗം 3. ഏതാണ്? ഭാഗം 3 ആണ്. ഭാഗം 2 പൗരത്വമല്ലേ? ഭാഗം 3 മൗലിക അവകാശങ്ങളല്ലേ? ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളല്ലേ? ഭാഗം 4A ഏതാണ്? മൗലിക കടമകളല്ലേ? ഓക്കെ, മൗലിക കടമകളാണ് ഭാഗം 4A. ആർട്ടിക്കിൾ എത്രയെന്ന് വെച്ചാൽ 51A ആണ് അല്ലെ? 51A ആണ്. ഓക്കെ,
അപ്പൊ നമുക്ക് ഓർഡറിൽ തന്നെ പഠിച്ചു നോക്കാം. ഇനി ആർട്ടിക്കിൾ, പൗരത്വത്തിന്റെ ആർട്ടിക്കിൾ ചോദിച്ചാൽ 5 മുതൽ 11 വരെ, പിന്നെ അത് കഴിഞ്ഞാൽ എത്ര 12 അല്ലേ തുടങ്ങുക, 12 മുതൽ 35 വരെ എത്രയാണ്, 12 മുതൽ 35 വരെ അല്ലേ മൗലികാവകാശങ്ങൾ. ഇനി 36 മുതൽ 50 വരെ അല്ലേ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എത്രയാണ്, 36 മുതൽ 50 വരെയാണെങ്കിൽ അടുത്തത് 51A ആണ്. 51 അല്ല, 51A ആണ് കേട്ടോ, 51A ആണ്. ഓക്കെ, ഭരണഘടന നിലവിൽ വരുമ്പോൾ മൗലിക കടമകൾ ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ കൂട്ടിച്ചേർത്തതല്ലേ, അപ്പൊ അതും ഓക്കെ ആണല്ലോ. അപ്പൊ 51A ആണ്, 51A. അതുപോലെ തന്നെ ഭാഗം 4A. അപ്പൊ പൗരത്വത്തിന്റെ ഭാഗം എത്രയാണ്, ഭാഗം 2 ആണ്. ഭാഗം 3 ഏതാണ്, മൗലിക അവകാശങ്ങളാണ്. ഭാഗം 4 ഏതാണ്, മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഭാഗം 4A ഏതാണ്, മൗലിക കടമകളാണ്. എത്രയാണ്, അടിയന്തരാവസ്ഥ ഭാഗം 18 ആണ് അല്ലെ, ഭാഗം 18 ആണ് അടിയന്തരാവസ്ഥ. പിന്നെ ഭേദഗതി എത്രയെന്ന് ചോദിച്ചാൽ ഭാഗം 20 ആണ്. ഓക്കെ, ഭേദഗതി എത്രയാണ്, ഭാഗം 20 ആണ് കേട്ടോ. ഇനി മൗലിക അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചേ 12 മുതൽ 35 വരെ കേട്ടോ, 12 മുതൽ 35 വരെ. ഭാഗം എത്രയാണ്, ഭാഗം 3 ആണ്. ആർട്ടിക്കിൾ എത്രയെന്ന് ചോദിച്ചാൽ 12 മുതൽ 35 വരെ. ക്ലിയർ അല്ലേ, പെർഫെക്റ്റ് അല്ലേ. ഭരണഘടനയുടെ ആണിക്കല്ലി, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനാ ഭാഗം ഏതാണ്, ഭാഗം 3 ആണ്. ഭാഗം 3 ആണ്. എന്തിനാണ് വിശേഷിപ്പിക്കുന്നത്, മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ഭാഗം 3 മൗലിക അവകാശങ്ങളാണ്, നമുക്കറിയാം. അപ്പൊ എന്തൊക്കെയാണ്, ഭരണഘടനയുടെ ആണിക്കല്ലി, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക് എന്നീ വിശേഷണങ്ങളുള്ള ഭരണഘടനയുടെ ഭാഗം എത്രയെന്ന് ചോദിച്ചാൽ ഭാഗം 3 എന്ന് എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത് ചോദിച്ചാൽ ഏതാണ്, മൗലിക അവകാശങ്ങളാണ്. ഏതിനാണ്, മൗലിക അവകാശങ്ങളാണ്. എന്തൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്, ഭരണഘടനയുടെ ആണിക്കല്ല്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട. ഏതാണ് ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട, ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട. ആധുനിക ഇന്ത്യയിലെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനാണ്, ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് കേട്ടോ. എന്തിനാണ്, ക്ഷേത്ര പ്രവേശന വിളംബരം. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോ. അപ്പൊ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട. എന്താണ് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത്, ചോദ്യം വരില്ലേ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് മൗലിക അവകാശങ്ങളാണ്. എന്താണ്, മൗലിക അവകാശങ്ങളാണ്. അപ്പൊ ഭരണഘടനയുടെ ആണിക്കല്ല്, ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്കുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് എന്നീ വിശേഷണങ്ങളുള്ള ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഭാഗം 3. അതുപോലെ തന്നെ എന്തിനെയാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്താണ്, മൗലിക അവകാശങ്ങളാണ്. എന്തിനാണ്, മൗലിക അവകാശങ്ങളാണ് കേട്ടോ. ആരാണ് മൗലിക അവകാശങ്ങളുടെ ശില്പി, മൗലിക അവകാശങ്ങളുടെ ശില്പി സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്, ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ആരാണ് തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്, തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിലെ ഉരുക്കു മനുഷ്യൻ അശോകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്, അത് മാർത്താണ്ഡവർമ്മയാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ആരാണ് ഇന്ത്യയുടെ ഉരുക്കു വനിത, ആരാണ് ഇന്ത്യയുടെ ഉരുക്കു വനിത, ആരാണ് ഇന്ത്യയുടെ ഉരുക്കു വനിത, കിട്ടിയോ. ഇന്ത്യയുടെ ഉരുക്കു വനിത ആരാണ്, 42ാം ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്, 42ാം ഭേദഗതി സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റുവിന്റെ മകൾ ആരാണ്, ജവഹർലാൽ നെഹ്റുവിന്റെ മകൾ ആരാണ്, ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാണ്, സർദാർ വല്ലഭായ് പട്ടേൽ ആണ് കേട്ടോ. ആരാണ്, സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാലും സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. മറക്കരുത്, മൗലികാവകാശങ്ങളുടെ ശില്പി ആരാണ്, സർദാർ വല്ലഭായ് പട്ടേൽ ആണ് മൗലികാവകാശങ്ങളുടെ ശില്പി. അതുപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്ന രാജ്യം ഏതാണ്, അമേരിക്കയാണ് കേട്ടോ. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ്. റിട്ടുകൾ എന്ന ആശയം കടമെടുത്തിരിക്കുന്നതാണ് റിട്ട്, ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു, ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെയാണ്, ഏക പൗരത്വം എവിടെ നിന്നാ, ബ്രിട്ടൻ, അതും ബ്രിട്ടനിൽ നിന്നാണ്. അപ്പൊ മൗലിക അവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ എവിടെയാണ്, അമേരിക്കയിൽ നിന്നാണ് കേട്ടോ. അമേരിക്ക. മൗലികാവകാശങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ പോയിന്റുകളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. ഓക്കെ, മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ആരാണ്, സുപ്രീം കോടതിയാണ് കേട്ടോ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ്. ആരാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. ആരാണ്, സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്, സുപ്രീം കോടതി. ഓപ്ഷനിൽ എന്തായാലും ഭരണഘടന എന്നൊക്കെ ഉണ്ടാവും. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ്. ആരാണ്, സുപ്രീം കോടതി. ഇനി മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റിയത് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് സ്വത്തവകാശം. ഓക്കെ, എന്തായാലും ചോദ്യം പ്രതീക്ഷിച്ചിട്ട് പോയാൽ മതി. താഴെ തന്നിരിക്കുന്നത് എങ്ങനെയാണ് ചോദ്യം വരിക, താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ്, സ്വത്തവകാശം. എന്തായാലും ഉറപ്പിച്ച ഓപ്ഷനിൽ സ്വത്തവകാശം ഉണ്ടാവും. ചോദ്യം ഇങ്ങനെയാണ് വന്നതെങ്കിൽ ഓപ്ഷനിൽ എന്തായാലും സ്വത്തവകാശം ഉണ്ടാവും. എന്താ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്, സ്വത്തവകാശം. സ്വത്തവകാശം ഇപ്പൊ എന്തവകാശമാണ്, ഇപ്പൊ അതൊരു നിയമാവകാശമാണ്. അങ്ങനെയും ചോദ്യം
ചോദ്യം വരാം. സ്വത്തവകാശം ഇപ്പൊ എന്തവകാശമാണെന്ന് ചോദിച്ചാൽ എന്തവകാശമാണ്? സ്വത്തവകാശം ഇപ്പൊ ഒരു നിയമവകാശമാണ്. ഇപ്പൊ അത് മൗലിക അവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റി. ഓക്കെ, എടുത്തു മാറ്റി. ഇനി സ്വത്തവകാശം നീക്കം ചെയ്ത ഭേദഗതി ഏതാണ്? 44-ാം ഭേദഗതിയാണ് കേട്ടോ. സ്വത്തവകാശം നീക്കം ചെയ്ത ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ 44-ാം ഭേദഗതി. വർഷം ഏതാണ് 44-ാം ഭേദഗതി? നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമാണ്. 4+4 എത്രയാണ്? 8ആണ്. 44-ാം ഭേദഗതി 1978-ലാണ്. മൗലികാവകാശങ്ങളെ പറ്റി ക്ലിയർ അല്ലേ? ഇനി മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ 17 ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. അയിത്തോച്ചാടനം അല്ലേ? ആർട്ടിക്കിൾ 17 ആണ് കേട്ടോ. തൊട്ടുകൂടായ്മ ആർട്ടിക്കിൾ 17. എന്താണ്? മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 17 ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആണ്. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കട്ടെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളുകൾ മാത്രം നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് മാത്രം നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഫുൾ ആർട്ടിക്കിൾ നമ്മൾ പഠിക്കാൻ പോകണ്ട. നമ്മളിപ്പോൾ നടത്തുന്നത് എന്താണ്? സ്മാർട്ട് സ്റ്റഡി ആണ്. അപ്പൊ നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിളുകളൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ആർട്ടിക്കിൾ 17. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും ശ്രദ്ധയല്ല, റദ്ദ് ചെയ്യാൻ. ഓക്കെ, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20, 21 എന്നിവയാണ്. ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20, 21. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 20ഉം 21ഉമാണ്. ഓക്കെ, മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 17 ആണ്. ഇനി മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് തൊട്ടിട്ട് ഏതുവരെയാണ്? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ പെടുന്നതല്ലേ ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 20, 21 ഇതൊക്കെ. ഓക്കെ, ഇനി ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 14, 19, 21. ഓക്കെ, 14, 19, 21 എന്നീ ആർട്ടിക്കിളുകളാണ് ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ. ഏതൊക്കെയാണ്? 14, 19, 21. മറക്കരുത് കേട്ടോ. ആർട്ടിക്കിൾ 14, 19, 21. 14, 19, 21. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? 20, 21. ഓക്കെ, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും മൗലികാവകാശങ്ങളിൽ ഈ ആർട്ടിക്കിളുകൾ റദ്ദ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുമെന്ന ആശയം എവിടുന്ന കടമെടുത്തതെന്ന് അറിയോ? എവിടുന്നാണ്? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ ജർമ്മനിയിൽ നിന്നാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യണമെന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ് കേട്ടോ. ഓക്കെ, ജർമ്മനി. മിക്കവാറും ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാന്ന് ചോദിക്കും. അപ്പൊ താഴെ രാജ്യമാണ് തന്നിരിക്കുന്നതെങ്കിൽ ഏതാണ്? ജർമ്മനിയാണ്. ഓക്കെ, ഉറപ്പിച്ചോ, രാജ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് ജർമ്മനിയാണ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലായോ? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിളുകൾ നമ്മൾ പഠിച്ചു. 20, 21. ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലെ? ആർട്ടിക്കിൾ 20, 21 എന്നീ ആർട്ടിക്കിളുകൾ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും നമുക്ക് റദ്ദ് ചെയ്യാൻ പറ്റില്ല. ഇനി അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഭാഗം 18. അടിയന്തരാവസ്ഥ നമുക്ക് ക്ലിയർ ആക്കി പോട്ടോ. അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 18. അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ് ശരിക്ക്. ഓക്കെ, ഉത്തരം ശരിക്കും അതാണ് വരിക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. പക്ഷെ പല ക്വസ്റ്റ്യനുകളിലും ഓപ്ഷനിൽ ഇത് ഉണ്ടാവില്ല. അങ്ങനെ ഓപ്ഷനിൽ ഇത് ഇല്ലെങ്കിൽ ജർമ്മനി എന്നത് എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ ജർമ്മനിയാണ് നമ്മുടെ ഉത്തരം. ഇപ്പൊ ചാവി എവിടെ ഉണ്ട്? കറക്റ്റ് ആയോ? കിട്ടിയോ? ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് നമ്മൾ പഠിച്ചു? എന്തിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അടിയന്തരാവസ്ഥ എന്ന ആശയം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഇനി ഓപ്ഷനിൽ അതില്ലെങ്കിൽ ഉറപ്പിച്ചോ ജർമ്മനിയാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, മൗലികാവകാശങ്ങൾ അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യണം എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? അത് ശരിക്കും ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തത്. അത് ജർമ്മനി എന്നാണ്. പക്ഷെ അടിയന്തരാവസ്ഥ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇനി ഡൗട്ട് ഒന്നുമില്ലല്ലോ. സെറ്റ് അല്ലേ? അപ്പം അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 18 ആണ് കേട്ടോ. ഭാഗം 18. ഭരണഘടനയുടെ സുവർണ ത്രികോണം ഏതൊക്കെയാണ്? 14, പിന്നെ ഏതാണ്? 19, പിന്നെ ഏതാണ്? 21. 14, 19, 21. ഇനി അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ പറ്റാത്ത ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 20, 21. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. അതുവരെ ക്ലിയർ അല്ലേ? അപ്പൊ ഈ ആർട്ടിക്കിളുകളൊക്കെ കിട്ടിയല്ലോ. ഇനി ഒന്നുകൂടി ഞാൻ ചോദ്യം ചോദിക്കാം, ഉത്തരം പറഞ്ഞു. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസാക്കിയ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17 ആണ്. ഭരണഘടനയുടെ സുവർണ ത്രികോണം അതേതാണ്? ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണ്? 14, 19, 21. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? 20, 21. സെറ്റ് അല്ലേ? ഓക്കെ,
അപ്പൊ മൗലികാവകാശങ്ങൾ ക്ലിയർ ആയോ? മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 3 ആർട്ടിക്കിൾ ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് അല്ലെ. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ആരാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ? മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? എല്ലാവരും ആലോചിച്ചോ. ഓക്കെ, സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ? ഇല്ല, തെറ്റാണ്. സർദാർ വല്ലഭായ് പട്ടേൽ എന്താണ്? മൗലികാവകാശങ്ങളുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ്? സുപ്രീം കോടതിയാണ് കേട്ടോ. ഓക്കെ, സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 32 ആണ്. ആർട്ടിക്കിൾ 32. ഇനി ഹൈക്കോടതി ആണെങ്കിൽ ആർട്ടിക്കിൾ 226 ആണ്. ആർട്ടിക്കിൾ 226 ആണ് ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശം. ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയും ആർട്ടിക്കിൾ 32 എന്താണ്? അത് സുപ്രീം കോടതിക്കാണ് കേട്ടോ. സുപ്രീം കോടതി. ഓക്കെ, അതുവരെ ക്ലിയർ അല്ലേ? അപ്പോൾ ഭാഗം എത്ര എന്ന് വെച്ചാൽ ഭാഗം മൗലികാവകാശങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഭാഗം 3, പിന്നെ ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആരാന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതി. മൗലികാവകാശങ്ങളുടെ ശില്പി ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു വനിത ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ മാർത്താണ്ഡവർമ്മയാണ് അല്ലേ? എന്താണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്? നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മ. അപ്പൊ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ ആരാന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയാണ് അല്ലേ? അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? പിന്നെ എന്തൊക്കെ അറിയപ്പെടുന്നു? ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭാഗം, ഭരണഘടനാ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഭാഗം 3 ഇന്ത്യയുടെ മാഗ്ന കാർട്ട, സ്വാതന്ത്ര്യത്തിന്റെ വിളക്ക്, അതുപോലെ തന്നെ ഭരണഘടനയുടെ ആണിക്കല്ലി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് മൗലികാവകാശങ്ങളും. ഭാഗം ഏതെന്ന് ചോദിച്ചാൽ ഭാഗം 3 ആണ്. അതും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇതുവരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം നിങ്ങൾക്ക് ക്ലിയർ ആണ്, പെർഫെക്റ്റ് ആണ്. അപ്പൊ അടുത്ത ഭാഗത്തിലേക്ക് പോകാം കേട്ടോ. മൗലികാവകാശങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചു. അടുത്തത് മാർഗനിർദ്ദേശക തത്വങ്ങൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4 ആണല്ലേ? ഭാഗം 4 പിന്നെ ആർട്ടിക്കിൾ 36 മുതൽ 50 വരെയാണ് അല്ലെ? ആർട്ടിക്കിൾ 36 മുതൽ 50 വരെയാണ് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തത്? മാർഗ അയർ ഇർ വെച്ച് കണക്ട് ചെയ്തു. ഇർ വെച്ച് നമുക്ക് കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്യാനുണ്ട്. അപ്പൊ അയർ. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് ആണെന്ന് ഇനി മറക്കൂല. ഓക്കെ, ബ്രിട്ടൻ റിട്ട് അത് ടാ വെച്ച് നമ്മൾ കണക്ട് ചെയ്തില്ലേ? അപ്പൊ അയർ ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് അയർലാൻഡിൽ നിന്നാണ് കേട്ടോ. അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? ഭാഗം 4 ആണ്. പിന്നെന്താണ് എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അയർലാൻഡിൽ നിന്നാണ്. ആർട്ടിക്കിളുകൾ ഏതാന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 36 മുതൽ 50 വരെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 36 മുതൽ 50 വരെ. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രയത്നിച്ച കമ്മിറ്റി ഏതാ? എങ്ങനെ ചോദ്യം വന്നാലും കമ്മിറ്റി ഏതാണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റി. എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടണം. ഏതാണ്? സുപ്രു കമ്മിറ്റിയാണ് അല്ലേ? തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. സുപ്രു എങ്ങനെ വന്നാലും തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. അത് നിങ്ങൾ പഠിച്ചു വെച്ചോ. എന്താണ് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി? അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിയോഗിച്ച കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. ഓക്കെ, അതിനുവേണ്ടി പ്രയത്നിച്ച കമ്മിറ്റി. എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് കിട്ടണം. ഏതാണ്? തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. ഓക്കെ, തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. ക്ലിയർ അല്ലേ? അപ്പൊ മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ നിയോഗിച്ച കമ്മിറ്റി. എങ്ങനെ ചോദ്യം വന്നാലും കമ്മിറ്റി തത്വങ്ങളെ പറ്റിയുള്ള ഒരു കമ്മിറ്റി നിങ്ങൾക്ക് ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ഏത് ചോദ്യങ്ങൾ ചിലപ്പോൾ പല രീതിയിൽ വരും. കമ്മിറ്റി ആണോ? നിങ്ങൾ ഉത്തരം ഇത് കൽപ്പിച്ചാൽ മതി. തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. ഇനി ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഭരണഘടനയുടെ ഭാഗം 4 ആണ്. ഏതാണ്? ഭാഗം 4 ആണ്. ഭാഗം 4 എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. അപ്പൊ ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എവിടെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഭാഗം 4. അതും ക്ലിയർ അല്ലേ? ഓക്കെ, ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഭാഗം അല്ലെങ്കിൽ സംഭവം ഏതാന്ന് വെച്ചാൽ അതേതാണ്? മൗലികാവകാശങ്ങളാണ് കേട്ടോ. ഇന്ത്യയുടെ മാഗ്ന കാർട്ട മൗലികാവകാശങ്ങളാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ്. ഭരണഘടനയുടെ മനസാക്ഷി എന്ന് മാർഗനിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിച്ചത് ആരാണ്? ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. ഓക്കെ, മാർഗനിർദ്ദേശകളെ ഭരണഘടനയുടെ മനസാക്ഷി എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത് എന്താന്ന് ചോദിച്ചാൽ അതെന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ് എന്തറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് ഭാഗം എന്നറിയപ്പെടുന്നത്. ഭാഗം 4. ഓക്കെ, ഭാഗം 4 ആണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ.
രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. രാജ്യത്തിന്റെ ഭരണത്തിന്റെ അടിസ്ഥാനം എന്നറിയപ്പെടുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഗാന്ധിജിയുടെ ക്ഷേമരാഷ്ട്രം എന്ന ആശയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എവിടെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. ഭാഗം എത്രയെന്ന് ചോദിച്ചാൽ ഭാഗം 4ആണ്. കമ്മിറ്റി ഏതാന്ന് ചോദിച്ചാൽ തേജ് ബഹദൂർ സപ്രു കമ്മിറ്റിയാണ്. അതുവരെ ക്ലിയർ അല്ലേ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയേ. സെറ്റ് അല്ലേ? അപ്പൊ അടുത്തത് മൗലിക കടമകൾ. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഇല്ലാത്തൊരു സംഭവമാണ് മൗലിക കടമകൾ. പിന്നീട് കൂട്ടിച്ചേർത്തല്ലേ? ഓക്കെ. അപ്പൊ മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വർഷം ഏത് ഭേദഗതിയാണ്? 44-ാം ഭേദഗതി. എപ്പോഴാണ് 44-ാം ഭേദഗതി? എപ്പോഴാണ്? 4+4 എത്രയാണ്? 8ആണ്. 1978. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വർഷം ചോദിച്ചാൽ എന്ത് കിട്ടണം? 44-ാം ഭേദഗതിയാണെന്ന് മാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഓക്കെ, 44-ാം ഭേദഗതിയാണ്. എപ്പോഴാണ് ആമുഖം ഒരേ ഒരു തവണ ഭേദഗതി ചെയ്തത്? അത് 42-ാം ഭേദഗതിയാണ്, മറക്കരുത്. ആദ്യം ആമുഖം. ഓക്കെ, അപ്പൊ ആമുഖം ഭേദഗതി ചെയ്തത് 42-ാം ഭേദഗതി. 42-ാം ഭേദഗതി എങ്ങനെ കിട്ടും? 4+2 എത്രയാണ്? 6ആണ്. 1976-ലാണ് 42-ാം ഭേദഗതി. ഇനി 44-ാം ഭേദഗതി മൗലിക കടമകൾ കൂട്ടിച്ചേർത്തപ്പോഴാണ് 44-ാം ഭേദഗതി പ്രകാരമാണ് കേട്ടോ. അപ്പൊ എപ്പോഴാണ് 44-ാം ഭേദഗതി? വർഷം എപ്പോഴാണ്? 4+4 എത്രയാണ്? 1978. 4+4 8 അല്ലേ? അപ്പൊ 1978. ഓക്കെ, മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം നമ്മൾ പഠിച്ചു. ഭാഗം 4A-യും ആർട്ടിക്കിൾ 51A-യുമാണ്. ഭാഗം എത്രയാണ്? ഭാഗം 4A. ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 51A-യുമാണ്. മൗലിക കടമകളെ ആർട്ടിക്കിൾ അതാണ്. മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ്. എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ്? റഷ്യയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൗലിക കടമകൾ ക്ലിയർ ആയേ? പിന്നീട് കൂട്ടിച്ചേർത്തതല്ലേ? എപ്പോഴാണ് കൂട്ടിച്ചേർത്തത്? 1978-ലാണ്. വർഷം ചോദിച്ചാൽ 1978. ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ 44-ാം ഭേദഗതി. ഏതാണ്? 44-ാം ഭേദഗതി. അതിനി മറക്കൂലല്ലോ. ആർട്ടിക്കിൾ എത്രയെന്ന് ചോദിച്ചാൽ 51A-യും ഭാഗം എത്രയെന്ന് ചോദിച്ചാൽ 4A-യും. ഓക്കെ, അതുവരെ പെർഫെക്റ്റ് അല്ലേ? ഇനി പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഏതാണ്? പൗരത്വം ഭാഗം 2ആണ്. മൗലികാവകാശങ്ങൾ ഭാഗം 3ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ ഭാഗം 4ആണ്. മാർഗനിർദ്ദേശക തത്വങ്ങളാണ് ഓപ്പറേറ്റീവ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ഓപ്പറേറ്റീവ് സിസ്റ്റം എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ മാർഗനിർദ്ദേശക തത്വങ്ങളാണ്. പിന്നെ നമ്മൾ ഇത് പഠിച്ചു. 4A ഏതാന്ന് ചോദിച്ചാൽ അത് മൗലിക കടമകളാണ്. ഇനി മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് എപ്പോഴാന്ന് ചോദിച്ചാൽ എപ്പോഴാണ്? 1978-ലെ 44-ാം ഭേദഗതിയാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് ഏതാണ്? അത് സ്വത്തവകാശം. സ്വത്തവകാശം ഇപ്പൊ എന്ത് അവകാശമാണ്? ഇപ്പൊ അതൊരു നിയമാവകാശമാണ്. മിക്കവാറും ചോദ്യം വരും. അത്ര ഉറപ്പിച്ച് ഞാൻ പറയാം. അത് ചോദ്യം വരികയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരിക. താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത്? സ്വത്തവകാശം ഓപ്ഷനിൽ ഉണ്ടാവും. ഉറപ്പായിട്ടും കറുപ്പിച്ചോ. സ്വത്തവകാശമാണ് നമ്മുടെ ഉത്തരം. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏത് ചോദിച്ചാൽ സ്വത്തവകാശമാണ്. സ്വത്തവകാശം ഭരണഘടനയിൽ നിന്നും നീക്കം ചെയ്തു. ഏത് ഭേദഗതി പ്രകാരം? 44-ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത്. അതിപ്പോ എന്ത് അവകാശമാണ്? അതിപ്പോ ഒരു നിയമാവകാശം ആണ്. ഓക്കെ, സെറ്റ് അല്ലേ? എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നിങ്ങൾക്ക് കവർ ആയല്ലോ. ആരാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന? ആരാണ് ശില്പി? ആരാന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായ് പട്ടേലും. സംരക്ഷകൻ ആരാന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിയാണ് കേട്ടോ. സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അവകാശത്തെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32ആണ്. ഇനി ഹൈക്കോടതിയെ പറ്റി ചോദിച്ച ആർട്ടിക്കിൾ 226ആണ്. റിട്ടുകൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടൻ റിട്ട്. ഓക്കെ, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലാൻഡ്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലാൻഡ് ആണ്. ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. അതും ബ്രിട്ടനിൽ നിന്നല്ലേ? പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? അടിയന്തരാവസ്ഥ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് ശരിക്കും ചോദിച്ചാൽ ഉത്തരം ഞാൻ പറഞ്ഞുതരാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935ആണ്. ഓക്കെ, ഉത്തരം നിങ്ങൾക്ക് കിട്ടിയേ ഇതാണ് ഓപ്ഷൻ അല്ലെങ്കിൽ ഉറപ്പിച്ചോ ഇതാണ് ഉത്തരം. പക്ഷേ ഇത് തരാതെ നിങ്ങൾക്ക് രാജ്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഉത്തരം ജർമ്മനിയാണ് വരിക. ജർമ്മനിയാണ് അടിയന്തരാവസ്ഥ കടമെടുത്തിരിക്കുന്ന രാജ്യം. ചോദിച്ച രാജ്യമാണ് തന്നിരിക്കുന്നതെങ്കിൽ അതാണ് വരിക. ഓക്കെ, രാജ്യങ്ങളുടെ പേര് തന്നാൽ ഇതാണ് വരിക. പക്ഷേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 തന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഉത്തരം. അത് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇനി ഭേദഗതി കടമെടുത്തത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ അത് ദക്ഷിണാഫ്രിക്ക. ഭേദഗതിയെ പറ്റി പറയുന്ന പ്രതിപാദിക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഭാഗം 20ആണ്. അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഭാഗം 18ആണ്. ഓക്കെ, ഇനി തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നതാണെങ്കിൽ ഭാഗം 15ആണ്. ഭാഗങ്ങളൊക്കെ സെറ്റ് അല്ലേ? ഇനി മറക്കൂലല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. കേരള ഭൂവിഭജനം. ഓക്കെ, ഭൂപ്രകൃതി. മലനാട്, ഇടനാട്, തീരപ്രദേശം കേട്ടിട്ടുണ്ടാവുമല്ലോ. കേരളത്തെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ലേ? മലനാട്, അതിന്റെ ഇടയിലുള്ള നാട്, പിന്നെ തീരപ്രദേശം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. മേലെ മലനാടല്ലേ? ഓക്കെ, മേലെ മലനാട്,
48% മലനാടാണ്, 42% ഇടനാടാണെങ്കിൽ 10% തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം. ഓക്കെ, മലനാട്, ഇടനാട്, തീരപ്രദേശം. എങ്ങനെ പഠിക്കണം? ഏറ്റവും മേലെ മലനാട്. മലനാട് എന്ന് പറഞ്ഞാൽ മല എന്ന് കണ്ടാൽ നിങ്ങൾക്ക് കിട്ടും, അത് മേലക്കാട്. അതിന്റെ ഇടയിൽ ഇടനാട്, ഏറ്റവും മേലെ 48% ഉണ്ട്, അതിന്റെ താഴെ 42%, നടുവിൽ 42%, അതിന്റെ താഴെക്കായിട്ട് എത്ര? 10%. തീരപ്രദേശം എത്രയെന്ന് ചോദിച്ചാൽ 10%. അപ്പൊ ഇതിന്റെ ശതമാനങ്ങൾ കിട്ടിയേ കേരളത്തിൽ എത്ര ശതമാനം മലനാട് ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾക്ക് കിട്ടൂലേ? ഏറ്റവും മേലെ എത്ര? 48%. ഓക്കെ, ഇനി 48നെ 90 ആക്കണമെങ്കിൽ എന്ത് വേണം? 42 കൂട്ടണം. അപ്പൊ 42 കൂട്ടിയാൽ 90 ആ 90നെ 100 ആക്കണേ, 100% നമുക്ക് ഫില്ലാക്കണ്ടേ? 100 ആക്കണേ, ബാക്കി 10% എവിടെയാണ്? തീരപ്രദേശം. ഇനി താഴ്ന്ന മേലേക്ക് പോകണോ? താഴെ എന്താണ്? 10% തീരപ്രദേശമാണ്. അതിന്റെ തൊട്ട് മേലെ ഇടനാടാണ്. ഇടനാട് 42%. ഇടയിലല്ലേ കിടക്കുന്നത്? അപ്പൊ 42%. ഏറ്റവും കൂടുതൽ മലനാട്, ഉയർച്ച ഉണ്ട്, അപ്പൊ ഏറ്റവും കൂടുതലല്ലേ? അപ്പൊ 48% ഏറ്റവും കൂടുതൽ. ഈ 3 സംഭവങ്ങൾ നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ആ ഓർഡറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഏത് 3? 48 എന്നും 42 എന്നും 10 എന്നും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ ഏറ്റവും കൂടുതൽ മല മേലക്കല്ലേ, അപ്പൊ കൂടുതലല്ലേ ചെയ്യുന്നത്? അപ്പൊ മലനാട് ഏറ്റവും കൂടുതലാണ്, 48 ആണ്. അതിന്റെ തൊട്ട് ഇടയിലുള്ളത് എത്രയാണ്? 42 ആണ്. ഏറ്റവും കുറവ് താഴെയാണ് തീരപ്രദേശം. തീരപ്രദേശം എത്രയാണ്? 10%. ഓക്കെ, അപ്പോ ശതമാനങ്ങൾ കിട്ടിയല്ലോ. ശതമാനം അത്ര ഇമ്പോർട്ടന്റ് ആണ്, അതിനാണ് ഞാൻ പിന്നെയും പറഞ്ഞു തരുന്നത്. ഏറ്റവും മേലെ മലനാട്, അപ്പൊ ഏറ്റവും കൂടുതലല്ലേ? 48% മലനാടാണ്. പിന്നെ 42% നമുക്ക് ഇടനാടാണ്. പിന്നെ താഴെ 10% എത്രയാണ്? തീരപ്രദേശമാണ്. ഓക്കെ, തീരപ്രദേശം എത്രയെന്ന് ചോദിച്ചാൽ 10%. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ ഉയരത്തിലുള്ള പ്രദേശം, 75 മീറ്ററിൽ കൂടുതലാണെങ്കിൽ അതെന്താണ്? മലനാടാണ്. ഞാൻ നേരെ പറഞ്ഞുതരാം. 75 മീറ്റർ, ഇത്രയാണ് 75 മീറ്റർ എന്ന് വിചാരിച്ചു. ഇതിന്റെ മേലേക്കുള്ളത് മലനാടാണ്. ഓക്കെ, 75 മീറ്ററിന്റെ മേലേക്കുള്ളത് മലനാടാണ്. ഇനി 75 മീറ്ററിന്റെ താഴെ അപ്പൊ ഏതായിരിക്കും? ഏതാണ്? ഇടനാടാണ്. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ ഇടനാടാണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യം കിട്ടിയല്ലോ. 75 മീറ്റർ ഉയരം, അതിന്റെ ഇടയിൽ പെടുന്നതൊക്കെ ഇടനാട്ടിലാണ് പെടുക. അതിന്റെ നല്ല താഴേക്ക് വരുമ്പോൾ അതിന് ഒരു അളവുണ്ട്, 7.5 മീറ്റർ ആണെന്നാണ് എന്റെ ഒരു ഊഹം. 7.5 മീറ്റർ തന്നെ, 75 മീറ്റർ അല്ലെ? ഒരു മിനിറ്റ്, എനിക്കും ഡൗട്ട് വരാം. അതെ, 7.5 മീറ്റർ. അപ്പൊ 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാട്. ഇനി ഞാൻ നേരെ പറഞ്ഞുതരാം. ഈ 7.5 മീറ്ററിന്റെ താഴേക്ക് എന്താണ്? സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ നമുക്ക് കിട്ടും, തീരപ്രദേശമാണ്. 7.5 മീറ്റർ, അതിന്റെയും താഴെ എന്താ? തീരപ്രദേശങ്ങളല്ലേ. അതിന്റെ തൊട്ട് മേലെ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലല്ലേ, അപ്പൊ അത് ഇടനാടല്ലേ. ഓക്കെ, ഏറ്റവും താഴെയാണ് തീരപ്രദേശം. 7.5 മീറ്ററിൽ താഴെ വരുന്നത് എന്താണ്? തീരപ്രദേശമാണ്. ഇനി ഇടയിൽ വരുന്നത്, അപ്പൊ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് ഇടനാട്. പിന്നെ ഏറ്റവും ഉയരത്തിൽ എന്താണ്? മലനാട്. 75 മീറ്ററിലും കൂടുതൽ ഉയരം എന്നൊക്കെ പറഞ്ഞാൽ അത് മലയല്ലേ, അപ്പൊ മലനാട്. കിട്ടിയോ? ഓക്കെ അല്ലേ? അപ്പോ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ് മലനാട്. ഓക്കെ, ശരാശരി ഉയരം 900 മീറ്റർ ആണ്. എത്രയാണ്? 900 മീറ്റർ ആണ്. ശരാശരി ഉയരം എത്രയാണ്? 900 മീറ്റർ ആണ്. ഇനി കേരളത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ട് കൂടുതലും കാണപ്പെടുന്ന എന്താണ്? മലനാടാണ്. കേരളത്തിന്റെ കിഴക്ക് ഭാഗത്താണ് കൂടുതലും മലനാട് കണ്ടുവരുന്നത്. അതും കിട്ടിയേ. പ്രധാനമായും പർവ്വതങ്ങൾ ഉൾപ്പെടുന്നു. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. മലനാട്, മലനാട്ടിൽ പിന്നെ പർവ്വതങ്ങൾ അല്ലാണ്ട് മേലെ കൂടെ പുഴ പോകും ഇല്ലല്ലോ. അപ്പൊ എന്താണ്? മലനാട്. മല എന്ന് ആലോചിച്ച പർവ്വതങ്ങൾ എന്ന് കിട്ടുവേ. ഓക്കെ, മലനാട് നായി തന്നെ ഉണ്ട്. അപ്പൊ പ്രധാനമായും പർവ്വതങ്ങൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ആരെങ്കിലും പോയിട്ട് ഇടനാട്ടിലോ തീരപ്രദേശത്തിലോ കുത്തുവോ? ഇല്ല, സാമാന്യ ബോധം മതി. അപ്പൊ എന്താണ്? മലനാട് ഹൈറ്റ് അല്ലേ, അപ്പൊ മലയല്ലേ, പർവ്വതമല്ലേ, അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി അങ്ങനെ മനസ്സിലാക്കി പഠിച്ച് കാണാതെ പഠിക്കാനുള്ളതൊന്നുമില്ല. മലനാട്, പർവ്വതം, അത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പൊ മലനാട്. കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെന്നാ? നദികൾ ഉത്ഭവിക്കുന്നത് മലയേതാന്ന് അറിയാലോ. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നദികൾ ഉത്ഭവിക്കുന്നത് എവിടെന്നാ? ഉയരത്തിൽ നിന്നാണ് നദികൾ, മലയുടെ മണ്ടയിൽ നിന്നാണ് നദികൾ ഉത്ഭവിച്ചു വരിക. അത്ര പഠിച്ചു വെച്ചാൽ അതും കിട്ടുമല്ലോ. അപ്പൊ മലനാട്ടിലല്ലേ നദികളുടെ ഉത്ഭവം. കേരളത്തിൽ കൂടുതൽ നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്ടിൽ നിന്നാണ്. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ. മലനാട്ടിൽ നിന്നാണ്, അറിയില്ലേ? മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. അത്ര ആലോചിക്കാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ആദ്യം സ്ട്രെസ് കുറക്കും, മീൻസ് കാണാതെ പഠിച്ചു. മലനാട്ടിൽ നിന്നും നദികൾ ഉത്ഭവിക്കുന്നു, അങ്ങനെ കാണാണ്ട്. മലനാട്ടിൽ നിന്നും നദികൾ ഉത്ഭവിക്കുന്നു, മലനാട്ടിൽ നിന്നും നദികൾ ഉത്ഭവിക്കുന്നു, അങ്ങനെ കാണാണ്ട് പഠിക്കേണ്ടത്. പണ്ടാര പറഞ്ഞ മാതിരി കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി തവള, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി തവള, അങ്ങനെ കാണാണ്ട് പഠിക്കണ്ടല്ലോ. കരയിലും വെള്ളത്തിലും തവള, അത് കണ്ടാൽ മനസ്സിലാവില്ലേ? ഇതാ കരയിൽ പോകണു, വെള്ളത്തിൽ ചാടണം, അത്ര കണ്ടാൽ പോരെ. അപ്പൊ നമ്മൾ അതിനെങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇമാജിനറി ആയിട്ട് തന്നെ പഠിച്ചാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്. മലയിൽ നിന്നാണ് നമ്മൾ നദികൾ ഉത്ഭവിക്കുന്നത്, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ എത്താണ്? മലനാട്. അത്ര കണക്ട് ചെയ്താൽ മതി. വേറൊന്നും നമ്മൾ അവിടെ കാണാതെ പഠിച്ച് വെറുതെ സമയം കളയരുത്, സ്ട്രെസ് കൊടുക്കരുത്. സിമ്പിൾ ആണ്. മലനാട്. മലനാട്ടിൽ പർവ്വതങ്ങൾ കാണപ്പെടുന്നു. സിമ്പിൾ ആണ്. പർവ്വതങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭൂപ്രകൃതി ഏതാണ്? മലനാട്. അത് തന്നെ പറയുന്നുണ്ട്, മലനാട്. മല,
പർവ്വതം. അപ്പൊ അതിൽ അതും കിട്ടി. പിന്നെന്താണ്, കൂടുതലായിട്ട് നദികൾ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? അത്രയും ഉയരങ്ങളിൽ നിന്നാണ് നദികൾ ഉത്ഭവിച്ചു വരുന്നത് എന്ന് നമുക്കറിയാം. അപ്പൊ നദികൾ കൂടുതലായും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? മലനാട്. അതും നമ്മൾ പഠിച്ചു. ഭൂരിഭാഗവും വനങ്ങളാണ് അല്ലെ. ഈ മലയൊക്കെ നോക്കുമ്പോൾ ഒരു പച്ച കളർ കാണും അല്ലെ, പച്ച കളർ. ഭൂരിഭാഗം വനങ്ങൾ. നമ്മുടെ കേരളത്തിലെ ഏത് മലയ്ക്ക് നോക്കിയാലും ഒരു പച്ച കളർ ഷെയ്ഡ് പോകും. അതെന്താണ്? അത് കൂടുതലും വനങ്ങളാണ്. അതും നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ പഠിക്കാനുള്ളത്. നമ്മളെ കേരളത്തിലെ മലകൾ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. കൂടുതലായും വനങ്ങളാണ്. ഓക്കെ. കേരളത്തിന്റെ മലനാട് ഭൂപ്രദേശ ഭാഗമായി വരുന്ന മലനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. ഏതാണ്? പശ്ചിമഘട്ടം. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന, കേരളത്തിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് പശ്ചിമഘട്ടമാണ്. അങ്ങനെയും ചോദ്യം വരും. കേരളത്തിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പശ്ചിമഘട്ടമാണ്. അപ്പൊ മലനാട് ക്ലിയർ അല്ലേ? ഇനി മലനാട് ഏത് വരെയാണ്? മലനാട് എത്ര മീറ്ററിന് മുകളിലാണ്? സിമ്പിൾ അല്ലേ? 75 മീറ്ററിന് മുകളിലുള്ളത് മലനാടാണ്. 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിൽ എന്താണ്? ഇടയിലല്ലേ, അത് ഇടനാടല്ലേ. പിന്നെ 7.5 മീറ്ററിന് താഴെയുള്ളതൊക്കെ എന്താണ്? തീരപ്രദേശമാണ്. അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിൽ കൂടുതൽ, മിക്കവാറും ഇവിടുന്ന് ചോദ്യം വരികയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അതിനാണ് മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് വന്നാൽ നിങ്ങൾ തെറ്റിക്കരുത്. ഇത് തെറ്റാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണം. ഓക്കെ. തീരപ്രദേശത്താണ് കൂടുതലായും പർവ്വതങ്ങൾ കാണപ്പെടുന്നത്. ആഹാ, ശരിയാണ്. ഇല്ലല്ലോ, നിങ്ങൾക്ക് എന്തായാലും അത് കിട്ടും. തീരപ്രദേശത്തല്ല, മലനാട്ടിലാണ് കൂടുതൽ പർവ്വതങ്ങൾ. ഓക്കെ. നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാനുള്ളതുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വന്നാലും തെറ്റിക്കരുത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 75 മീറ്ററിൽ കൂടുതലാണ്. ചിലപ്പോൾ ഇങ്ങനെ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലാണ് മലനാട്. ശരിയാണോ? അല്ല, 75 മീറ്ററിൽ കൂടുതലുള്ളതാണ് മലനാട്. മലനാട് ഉയരത്തിലാണ്. മല ഉയരത്തിലല്ലേ, അപ്പൊ ഉയരത്തിലേക്കാണ് പോകുന്നത്. ഏറ്റവും കൂടുതൽ മലനാട് 75 മീറ്ററിൽ മേലെയാണ്. എത്ര ശതമാനമാണ് മലനാട്? 48%. 48% മലനാടാണ്. പിന്നെ രണ്ടാമത് തീരപ്രദേശം എത്ര ശതമാനമാണ്? 42%. പിന്നെ അതിന്റെ അളവ് എത്രയാണ്? 75 മീറ്ററിനും 7.5 മീറ്ററിനും ഇടയിലാണ് ഇടനാട്. ഓക്കെ, അതും ക്ലിയർ അല്ലേ? അപ്പൊ മലനാട് കേരളത്തിൽ ഉള്ള കേരളത്തിലെ മലനാടുകളിലുള്ളതാണ് പശ്ചിമഘട്ടം. കേരളത്തിൽ സഹ്യപർവ്വതം എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് പശ്ചിമഘട്ടം. കിഴക്കല്ലേ മലനാട് കൂടുതലായും കാണപ്പെടുന്നത്. അപ്പൊ കേരളത്തിന്റെ കിഴക്ക് ഭാഗങ്ങളിലാണ് മലനാട് കൂടുതലായി കാണപ്പെടുന്നത്. കൂടുതലും വനങ്ങളാണ്. വനങ്ങളാണ് നമുക്ക് ആലോചിക്കാനുള്ളതുള്ളൂ. പർവ്വതങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു, അതും നമുക്ക് ആലോചിക്കാനുള്ളതുള്ളൂ. ഓക്കെ, സെറ്റ് അല്ലേ? നദികളുടെ ഉത്ഭവസ്ഥാനം, അതും നമുക്ക് ആലോചിക്കാനുള്ളൂ. പിന്നെ ഒരു ഭാഗം പറയാൻ മറന്നുപോയി. തേയില, കാപ്പി, റബ്ബർ, ഏലം തുടങ്ങിയവ കൃഷി ചെയ്യുന്നു. അറിയാലോ, മലയിലല്ലേ ഇതൊക്കെ കൃഷി ചെയ്യുന്നത്? തേയില മലയിലല്ലേ? മൂന്നാർ ആലോചിച്ചാൽ പോരെ, മലയിലല്ലേ. അപ്പൊ തേയില, കാപ്പി, റബ്ബർ ഇതൊക്കെ കൂടുതലായും കൃഷി ചെയ്യുന്നത് എവിടെയാണ്? മലകളിലാണ്, മലനാട്ടിലാണ്. മലകളിൽ എന്നല്ല, മലനാട്ടിൽ എന്നാലോചിക്കുക. മലനാട് എന്നാണ് ഓപ്ഷനിൽ ഉണ്ടാവുക. ഇപ്പൊ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഞാൻ പറഞ്ഞു കാണാതെ പഠിക്കരുത്, റിക്വസ്റ്റ് ആണ്. കാണാതെ പഠിക്കണ്ട, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി പഠിക്കുന്ന, പിന്നെ അവിടെ പോയി ഡൗട്ട് ഉണ്ടാവില്ല. നിങ്ങൾ അവിടെ പോയി എന്താണ് ഞാൻ കാണാതെ പഠിച്ചതെന്ന് ആലോചിച്ച് വെറുതെ കിറങ്ങും. അപ്പൊ എന്താണ്, നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാനുള്ള കാര്യമുള്ളൂ. ഒന്നും നമുക്ക് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ ഇതിലൊന്നുമില്ല. ഇത് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചതുകൊണ്ട് പറയണം, ഈ മലനാട് ഇടനാട് തീരപ്രദേശം സാറെ ഒരുപാട് മാറി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ട് പറയാം, കാരണം നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് വരാൻ കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. കാരണം നമ്മൾ സിമ്പിൾ ആയിട്ട് ഇതൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. കാണാതെ പഠിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ നമുക്ക് ഒരു അളവ് വെച്ചിട്ട് തന്നെ 7.5 മീറ്ററിൽ താഴെ തീരപ്രദേശം നമുക്ക് മനസ്സിലാക്കി കൂടെ? 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലല്ലേ ഈ ഇടനാട് വരിക? മലനാടിനും തീരപ്രദേശത്തിനും ഇടയിൽ വരുന്നതല്ലേ ഈ ഇടനാട്, അല്ലെ? ഇടനാട്. അപ്പൊ അതും നമുക്ക് ആലോചിക്കാനുള്ളൂ. പിന്നെ മലനാടാണ്, അപ്പൊ അത് 75 മീറ്ററിൽ കൂടുതലാണ് നമുക്ക് ആലോചിക്കാനുള്ളതുള്ളൂ. ആവറേജ് എത്രയാണ്? 900 മീറ്റർ ആണ്. അത് നമുക്ക് ആലോചിക്കാനുള്ളതുള്ളൂ. സിമ്പിൾ അല്ലേ? പിന്നെ നദികളുടെ ഉത്ഭവസ്ഥാനം കൂടുതൽ എവിടെയാണ്? മലനാട്ടിലാണ്. അതും നമുക്ക് ആലോചിക്കാനുള്ള കാര്യമുള്ളൂ. ഓക്കെ, ഒക്കെ ഒന്ന് ആലോചിച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ. അപ്പൊ അടുത്തത് ആനമുടിയെ പറ്റി പഠിക്കാം കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ആനമുടിയെ പറ്റി പഠിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാലും അത് ആനമുടിയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാലും, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാലും അത് ആനമുടിയാണ്. ഇതിൽ 3 ചോദ്യം വന്നാലും ഏതാണ്? ആനമുടിയാണ് നമ്മുടെ ഉത്തരം. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടി. ഓക്കെ, ഇനി അത് ഉയരം കൂടിയ കൊടുമുടിയാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ ഈ ആനയുടെ മുടി എവിടെ ഉണ്ടാവുക? അത് കൊമ്പത്താണ്. ആനയുടെ മണ്ടയിലാണ് ആനയുടെ മുടി ഉണ്ടാവുക. ആനയുടെ മണ്ടയിലല്ല ആനയുടെ മുടി ഉണ്ടാവുക, തുമ്പിക്കൈന്റെ അറ്റത്തല്ലല്ലോ മുടി ഉണ്ടാവുക. അപ്പൊ ആനയുടെ മണ്ടയിലാണ് മുടി ഉണ്ടാവുക, ഉയരത്തിലല്ലേ. അപ്പൊ ഏറ്റവും ഉയരത്തിലുള്ള കൊടുമുടി എന്നല്ലേ. അപ്പൊ ആനയുടെ മുടി ആലോചിച്ചാൽ മതി. ആനമുടി അത് ഉയരത്തിലാണ്. അപ്പൊ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? അങ്ങനെ ആലോചിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇനി ആലോചിക്കണം എന്നുണ്ടെങ്കിൽ ആനമുടിയാണെന്ന് കണക്ട് ചെയ്യാൻ സാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ആലോചിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? ആനയുടെ മുടി മണ്ടയിൽ ഉണ്ടാവും. അപ്പൊ ആനയുടെ മണ്ടയ്ക്ക് നിങ്ങൾക്ക് തൊടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത് ഉയരത്തിലാണ്. അപ്പൊ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അത് ആനമുടിയാണ്. സെറ്റ് അല്ലേ? ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. എവിടെയൊക്കെ? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഇതൊക്കെ ഏതാണ്? ആനമുടിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ?
സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്, ഇടുക്കി ജില്ലയിലാണെന്ന് അറിയാം. മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ്, അതും അറിയാം. അത് ഇനി അറിയണം. ഇടുക്കിയിലാണെന്ന് പലർക്കും അറിയാം, എവിടെയാണെന്ന് അറിയില്ല. മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ് കേട്ടോ, മൂന്നാറിലെ ദേവികുളം താലൂക്കിലാണ്. ഏതു ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? അത് ഇരവിക്കുളം. ഓക്കെ, ഇരവിക്കുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. വരയാടുകൾ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? വരയാടുകൾ, വര, ഇര ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായും ജോയിൻ ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാത്തവർ തീർച്ചയായും ജോയിൻ ചെയ്യുക. അതിപ്പോൾ പറഞ്ഞത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഓർമ്മ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ വന്ന് പറഞ്ഞു തരും. ഓക്കെ, അതിൽ വോയിസ് ആയിട്ട് വന്നിട്ട് എന്തെങ്കിലും ഞാനൊരു കോഡ് വെച്ച് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞു തരും. അതിലൊരു കോഡാണ് ഇത്, വര, ഇര. വരയാടുകൾ സംരക്ഷിക്കപ്പെടുന്ന ദേശീയോദ്യാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഇരവിക്കുളമാണ്. ഏതാണ്? ഇരവിക്കുളം. ഓക്കെ, ഇരവിക്കുളം. ഇര, വര, ഇര, വര. ഓക്കെ, ഇര, വര. പിന്നെ അതുപോലെ തന്നെ സൈലന്റ് വാലിയിലാണ് സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയെന്ന് വെച്ചാൽ അത് സൈലന്റ് വാലി. വാലി, വാലൻ. ഓക്കെ, ഈ വാലന്റെ ഭാര്യയാണ് വാലി എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അപ്പൊ സൈലന്റ് വാലി, സിംഹവാലൻ. ആ വാലിയും വാലനും കണക്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സൈലന്റ് വാലി, സിംഹവാലൻ. വര, ഇര. വരയാട് എവിടെയാണ്? ഇരവിക്കുളം. ഓക്കെ, തമിഴ്നാടിന്റെ ഔദ്യോഗിക മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സംസ്ഥാന മൃഗം. തമിഴ്നാടിന്റെ സംസ്ഥാന മൃഗം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് വരയാടാണ് കേട്ടോ. അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. അപ്പൊ ഏത് ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇരവിക്കുളം. ഇരവിക്കുളത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ്. ഇനി നമുക്ക് ഇടനാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ ആനമുടി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയത് ഏതാണ്? അതും ആനമുടി. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് ഏതാന്ന് വെച്ചാൽ അത് പശ്ചിമഘട്ടമല്ലേ? സഹ്യപർവ്വതം എന്നറിയപ്പെടുന്നത് പശ്ചിമഘട്ടമാണ്. അപ്പൊ മലനാട് ക്ലിയർ അല്ലേ? മലനാട് ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞു, മനസ്സിലാക്കി പഠിച്ചാൽ മതി. സിമ്പിൾ ആണ്, ടെൻഷൻ അടിക്കാതെ മെല്ലെ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ കണ്ടുപോയിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ ഒരു കാര്യത്തിനും വലിയ ടെൻഷൻ കൊടുത്ത് സ്ട്രെസ് കൊടുത്ത് ഇത് ഞാൻ എങ്ങനെ പഠിച്ചെടുക്കുന്നു ആദ്യം ആലോചിച്ച് പഠിച്ചാൽ അതൊന്നും പഠിയൂല. സിമ്പിൾ ആയിട്ടാണ് ഇത്രയേ ഉള്ളൂ പഠിക്കാന്നുള്ളൊരു മൈൻഡിൽ പോയി പഠിച്ചാൽ മതി. അപ്പൊ സിമ്പിൾ ആണ്, എല്ലാ കാര്യങ്ങളും സിമ്പിൾ ആണ്. അത് ആ രീതിയിൽ പഠിച്ചാൽ മാത്രം. ഓക്കെ, അപ്പൊ മലനാടിനും തീരപ്രദേശത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നതാണ് ഇടനാട്. നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് ആക്ഷൻ ഒക്കെ കാട്ടി പറഞ്ഞു തന്നാണ്. ഇവിടെ മലനാടാണെങ്കിൽ ഇവിടെ തീരപ്രദേശമാണെങ്കിൽ അതിന്റെ ഇടയിലല്ലേ? കാരണം 7.5 മീറ്ററിന് താഴെ തീരപ്രദേശമാണ്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട്. അത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. സെറ്റ് അല്ലേ അത്? അപ്പൊ 7.5 മീറ്ററിനും 75 മീറ്റർ, 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ. ഓക്കെ, അപ്പൊ 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലായിട്ടാണ് ഇടനാട്. അങ്ങനെ ആലോചിച്ചാൽ മതിയെ, ഇടനാട്. ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധം. ചെറുകുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധം അല്ലേ? ചെറിയ ചെറിയ കുന്നുകളല്ലേ ഉണ്ടാവുക. കാരണം 75 മീറ്ററിന് താഴെയല്ലേ തന്നെ. അപ്പൊ ചെറിയ ചെറിയ കുന്നുകൾ, 75 മീറ്റർ വലിപ്പം ഇല്ലാത്ത കുന്നുകളാലേ മതി. അപ്പൊ ചെറുകുന്നുകളാലും താഴ്വര പറഞ്ഞാൽ അത്ര ഹൈറ്റൊക്കെ ഉണ്ടാവുള്ളൂ. താഴ്വരകളാലും സമൃദ്ധം. ഓക്കെ, കിഴക്കേ അതിരാണ് മലനാട്. ഈ ഇടനാടിന്റെ കിഴക്കേ അതിരാണ്. ഞാൻ പറഞ്ഞു മലനാട് കൂടുതലായും കാണപ്പെടുന്നത് കിഴക്ക് ഭാഗത്താണ്. അപ്പൊ ഇടനാടിന്റെ കിഴക്കേ അതിര് എന്താന്ന് ചോദിച്ചാൽ അത് മലനാടല്ലേ? ഓക്കെ, പടിഞ്ഞാറേ അതിരെന്താന്ന് ചോദിച്ചാൽ അത് തീരപ്രദേശമാണ് കേട്ടോ. പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ഞാൻ നേരത്തെ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ്. ഓക്കെ, ചെങ്കൽ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. അതറിയാലോ, ചെങ്കൽ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ് അഥവാ അല്ലൂവിയൽ സോയിൽ. ഓക്കെ, പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് സോയിൽ ആണ്. റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, ഗ്രാമ്പു, മരച്ചീനി, നെല്ല്, വാഴ എന്നിവ കൃഷി ചെയ്യുന്നത്. കൂടുതലായി ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നത് എന്താണ്? റബ്ബർ, തെങ്ങ്, കുരുമുളക്, കശുവണ്ടി, അടയ്ക്ക, ഗ്രാമ്പു, മരച്ചീനി, നെല്ല്, വാഴ എന്നിവ കൂടുതലായും കൃഷി ചെയ്യുന്നത് ഇടനാട്ടിലാണ്. അതും നമുക്കറിയാം. ഇടനാട്ടിൽ കണ്ടുവരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. മലനാട്ടിൽ നമുക്കറിയാം തേയില, കാപ്പി, ഇതൊക്കെ മലനാട് ആലോചിച്ചാലും നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു കൂടുതലും മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങളാണ് അവിടെ നിന്ന് പഠിക്കാനുള്ളത്. ചെറു കുന്നുകളാലും താഴ്വരകളാലും സമൃദ്ധം ആണേ അല്ലേ? ചെറിയ കുന്നുകൾ 75 മീറ്റർ വരാത്ത കുന്നുകളാണെന്ന് ആലോചിച്ചത്. അപ്പൊ 75 മീറ്ററിൽ താഴെയുള്ള കുന്നുകളല്ലേ? അപ്പൊ അത്ര ആലോചിച്ചാൽ അതും കിട്ടും. പിന്നെ പടിഞ്ഞാറേ അതിര്, കിഴക്കേ അതിരും പടിഞ്ഞാറേ അതിരും. ഞാൻ പറഞ്ഞു മലനാട് കൂടുതലായും കാണപ്പെടുന്നത് കേരളത്തിന്റെ കിഴക്കു ഭാഗത്താണ്. അപ്പൊ എന്താണ്? ഇടനാട്ടിന്റെ കിഴക്കു ഭാഗത്തായിട്ടാണ് മലനാട്. കിഴക്കേ അതിരാണ് മലനാടും പടിഞ്ഞാറേ അതിരാണ് എന്ത്? തീരപ്രദേശം. അത് രണ്ടും കിട്ടിയേ. പിന്നെ അത് ഏതിന്റെ ഇടയിലാന്ന് നമുക്ക് കിട്ടിയല്ലോ. എത്ര ശതമാനം നമ്മൾ പഠിച്ചു? ഇടനാട് എത്ര ശതമാനം? ഇടയിലല്ലേ? 42% ഇടനാട്. 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയാണ് ഇടനാട്. 75 മീറ്ററിന് മുകളിൽ ഏതാണ്? അതേതാ? അത് മലനാട്. 7.5 മീറ്ററിന് താഴെ ഏതാണ്? അത് തീരപ്രദേശം. പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അതിന് നമ്മൾ എന്ത് പഠിച്ചാൽ മതി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അത് ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. അടുത്ത നമുക്ക് തീരപ്രദേശം നോക്കാം. കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം 590 കിലോമീറ്റർ ആണ്. ഓക്കെ,
590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം. എത്രയാണ്? 590 കിലോമീറ്റർ. എത്രയാണ്? 590 കിലോമീറ്റർ ആണ് കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം. സെറ്റ് അല്ലേ? കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം എത്രയാണ്? നിങ്ങൾ ഉത്തരം പറയും. കേരളത്തിന്റെ തീരപ്രദേശ ദൈർഘ്യം എത്രയാണ്? 590 കിലോമീറ്റർ ആണ്. ഓക്കെ. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം, കടൽ തീരം ഉള്ള ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ അത് 9 ആണ്. ഇല്ലാത്തത് ചോദിച്ചാൽ അപ്പൊ എത്രയാണ്? കേരളത്തിൽ ടോട്ടൽ 14 ജില്ലകളാണ്. അപ്പൊ 9 എണ്ണത്തിലും കടൽ തീരം ഉണ്ട്. കടൽ തീരം ഉണ്ട്. അപ്പൊ ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 5 എണ്ണം. കടൽ തീരം ഇല്ലാത്ത ജില്ലകളുടെ എണ്ണം ചോദിച്ചാൽ അത് 5 ആണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല അത് ഏതാണ്? അത് കണ്ണൂരാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? അത് കണ്ണൂരും. ഏറ്റവും കുറവ് എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊല്ലമാണ്. ഏറ്റവും കുറവ് എവിടെയാണ്? കൊല്ലം. ഇനി ചോദ്യം എങ്ങനെ വരും? താഴെ തന്നിരിക്കുന്നതിൽ കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതെന്ന് ചോദിച്ചിട്ട് അതിൽ കൊല്ലം തന്നാൽ പോയി കുത്തരുത്. കൊല്ലത്തിൽ എന്താണ്? കടൽ തീരം ഇല്ല എന്നല്ല പറഞ്ഞത്, കടൽ തീരം ഏറ്റവും കുറവുള്ളതാണ് കൊല്ലം. അപ്പൊ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? എത്രണ്ണാണ്? 5 എണ്ണമാണ് നമ്മൾ പഠിച്ചു. 9 ജില്ലകളിൽ കടൽ തീരം ഉണ്ട്. അതുപോലെ തന്നെ റെയിൽപാതകൾ ഇല്ലാത്ത ജില്ല എത്രണ്ണമാണ്? 2 എണ്ണം. വയനാട്, ഇടുക്കി. അതും അറിഞ്ഞു വെച്ചോ, ചോദ്യം വരും. വയനാട്, ഇടുക്കി എന്നീ ജില്ലകളിലാണ് റെയിൽപാത ഇല്ലാത്തത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഇവിടെയാണ് എന്തില്ലാത്തത്? കടൽ തീരം ഇല്ലാത്ത ജില്ല. കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? ഇല്ലാത്തതെന്ന് ചോദിച്ചാലാണ് ഇത് കേട്ടോ. കടൽ തീരം ഏറ്റവും കുറവുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് കൊല്ലം. ഓക്കെ, കൊല്ലം. ഓക്കെ. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഈ ജില്ലയിലുള്ളവർക്ക് പഠിക്കാൻ സുഖമായിരിക്കില്ല, അവരുടെ ഒരു ജില്ല അവരെന്തായാലും മറക്കില്ല. ഓക്കെ. അപ്പൊ പത്തനംതിട്ട, പിന്നെ ഏതാണ്? കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. ഓക്കെ ആണല്ലോ. ഇനി നെല്ല്, തെങ്ങ് എന്നിവയാണ് കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ആലോചിക്കാനുള്ളൂ. അപ്പൊ ക്ലിയർ അല്ലേ? ഇനി ആ ഭാഗത്തുനിന്ന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട് എത്ര ശതമാനമാണ്? 48% മലനാടും 42% ഇടനാടും 10% തീരപ്രദേശം. തീരപ്രദേശ ദൈർഘ്യം എത്രയെന്ന് ചോദിച്ചാൽ 590 കിലോമീറ്റർ ആണ്. 590 കിലോമീറ്റർ ആണ്. അതും ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി അടുത്ത് നമുക്ക് മാത്സിലേക്ക് കിടക്കാം. മാത്സ് ശതമാനം നോക്കാം. മാത്സ് 800ന്റെ 21% എത്ര? അതാണ് ചോദ്യം. ഇനി ശതമാനം പഠിക്കുന്നതിന് മുമ്പ് ഞാൻ ആദ്യം കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഓരോ ക്ലാസ്സും കഴിയുമ്പോഴും മാത്സിന്റെ കുറച്ച് ടിപ്പുകളും കൊണ്ട് നമ്മൾ വരും. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് മാത്സ് ചെയ്തു തരുമോ സാറേ എന്ന്. നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്, നമുക്ക് ബോർഡ് അവൈലബിൾ അല്ല. അപ്പൊ നമ്മൾ ഇതിൽ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു തരാം. നിങ്ങൾക്ക് കുറച്ച് ടിപ്പുകളും പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും മാർക്ക് സ്കോർ ചെയ്യും. പക്ഷെ മാത്സ് ഞാൻ പറഞ്ഞിരുന്നു, വേറെ ഏത് ക്ലാസ് കണ്ടിട്ടായാലും ദിവസം 10 or 20 മിനിറ്റ് നിങ്ങൾ മാത്സിനായിട്ട് മാറ്റി വെക്കണം. മടി നല്ലോണം ഉണ്ടാവും മാത്സ് പഠിക്കാനായിട്ട്. പക്ഷെ മാത്സ് കൂടുതലും വേണ്ടത് വർക്കൗട്ട് ചെയ്യാണ്. പലർക്കും ഞാൻ പറയട്ടെ, മാത്സ് അറിയാത്ത പ്രശ്നം അല്ലെങ്കിൽ കണ്ടാൽ അത് മനസ്സിലാവാത്ത പ്രശ്നമൊന്നുമല്ല, ഭയങ്കര മടിയാണ്. കാരണം മാത്സ് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു മടിയാണ്. മാത്സ് കൂടുതൽ എത്ര വർക്കൗട്ട് ചെയ്യണോ അത്രയും നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ 20 മാർക്ക് നമുക്ക് മാത്സ് അല്ലേ. മെന്റൽ എബിലിറ്റി 10 അത്രയും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മാത്സ് നിങ്ങൾ എന്ത് ചെയ്യുക? മാത്സ് മെന്റൽ എബിലിറ്റി ഒക്കെ ദിവസം ഒരു 10 or 20 മിനിറ്റ് മാത്സിനായിട്ട് മാറ്റി വെക്കുക. മറക്കരുത്, ഞാൻ ഈ പറയുന്നത് സീരിയസ് ആയിട്ട് പറയാണ്. നിങ്ങൾക്ക് മാർക്ക് വേണമെങ്കിൽ മതി, ദിവസം 10 or 20 മിനിറ്റ് മാത്സിനായിട്ട് മാറ്റി വെക്കുക. ആരുടെ ക്ലാസ് കണ്ടിട്ടായാലും. ട്രിക് ടേൺ നല്ലൊരു ക്ലാസ്സാണ്, ജെറിൻ സാറിന്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ്. ഞാനും അതാ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് മുമ്പ്. അപ്പോൾ മുമ്പ് നല്ല, ഞാൻ ഇപ്പോഴും അതാ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സാറിന് അടിപൊളി ക്ലാസ് ആണ്. അപ്പൊ അത് കാണായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നല്ലത്. ഇനി ചിലർ അത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കേണ്ട. അത് എന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, ആരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടില്ല. സാറിന്റെ ക്ലാസ് അത്ര നല്ല ക്ലാസ് ആണ്. ഓക്കെ, ഞാൻ പ്രൊമോഷൻ കൊടുക്കല്ല, സാറിന് എനിക്ക് പരിചയമല്ല, എന്നാലും ഞാൻ പറയണം നല്ലൊരു ക്ലാസ് ആണ്. നിങ്ങൾ അതിൽ കണ്ട് ഫോളോ ചെയ്യാവും നല്ലത്. ഓക്കെ, അപ്പൊ മാത്സിനായിട്ട് ദിവസവും ഒരു 10 or 20 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് ശതമാനം പഠിക്കാൻ പോവാണ്. ശതമാനത്തിനെ പറ്റി പഠിക്കുമ്പോൾ ആദ്യം കുറച്ച് ടിപ്പുകൾ പറഞ്ഞുതരാം. നമുക്ക് ശതമാനത്തിനെ പറ്റി എന്തൊരു ചോദ്യം വന്നാലും നിങ്ങൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇതിൽ ഇത്ര ശതമാനം എത്ര. ഓക്കെ, ഒരു സംഖ്യ എന്നിട്ട് ഇത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 800ന്റെ 21% എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊരു സംഖ്യ കണ്ടിട്ടും നിങ്ങളോട് ശതമാനം കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം കാണേണ്ട എന്താ അറിയോ? അതിന്റെ 10%. ഓക്കെ, ഇപ്പൊ 800 എന്നുള്ളൊരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ 10% എത്രയാണ്? അതിൽ നിന്നൊരു 0 മാറ്റിയാൽ പോരെ? 80 ആണ് 800ന്റെ 10%. 500ന്റെ 10% എത്രയാണ്? അത് 50 ആണ്. ഇനി 500ന്റെ 1% എത്രയാണ്? അത് 5 ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് 500 എന്നൊരു സംഖ്യ തന്നിട്ട് ചോദിക്കാണ് 500ന്റെ 3% എത്ര? അപ്പൊ നിങ്ങൾക്ക് എന്താലോചിച്ചാൽ മതി, സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ പോരെ. 500ന്റെ 1% എന്ന് പറയുന്നത് 5 ആണ് അല്ലേ? 500ന്റെ 1% എത്രയാണ്? 5 ആണ്. 500ന്റെ 10% എത്രയാണ്? 500ന്റെ 10% എന്നറിയപ്പെടുന്നത് 50 ആണ്. 500ന്റെ 10% എത്രയാണ്? 50 ആണ്. അപ്പൊ ഈ 500ന്റെ 3% എന്ന് ചോദിച്ചാൽ നിങ്ങൾ വേഗം എന്താലേക്കണം? 500ന്റെ 1% എന്നറിയപ്പെടുന്നത് 5 അല്ലേ? 500ന്റെ 1% അല്ലേ? 5. അപ്പൊ 3% എത്രയാണ്? 5 × 3 15 അല്ലേ? 500ന്റെ 3% എത്രയാണ്? 15 ആണ്. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ കിട്ടണേ, ഏത് സംഖ്യ തന്നാലും അതിന്റെ 10% കാണാനും 1% കാണാനും അത്ര സിമ്പിൾ ആണ്. എന്നിട്ട് നിങ്ങളോട് അതിന്റെ 20% എത്രയെന്ന് ചോദിച്ചാൽ ആ 10% കണ്ടു കഴിഞ്ഞാൽ അതിന്റെ 20% കാണാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. 10 × 2 20. ഓക്കെ,
അത്ര ചെയ്താൽ പോരെ. അപ്പൊ 10%, 500ന്റെ 10% എന്നറിയപ്പെടുന്നത് 50ആണ്. 500ന്റെ 10% എത്രയും നമ്മൾ കണ്ടുപിടിച്ചാൽ അത് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് 50 കിട്ടുള്ളൂ. അതിന് സിമ്പിൾ ആയിട്ട് മനസ്സിൽ കണക്ക് കൂട്ടിയാൽ മതി. ഇനി 250ന്റെ 10% എത്രയെന്ന് ചോദിച്ചാൽ 25ആണ്. 350ന്റെ 10% എത്രയെന്ന് ചോദിച്ചാൽ അത് 35ആണ്. 370ന്റെ 10% എത്രയെന്ന് ചോദിച്ചാൽ അത് 37ആണ്. 390ന്റെ 10% എത്രയെന്ന് ചോദിച്ചാൽ അത് 39ആണ്. 450ന്റെ 10% എത്രയെന്ന് ചോദിച്ചാൽ അത് 45ആണ്. കിട്ടൂലേ? സെറ്റ് അല്ലേ? അപ്പൊ എന്താണ് 500ന്റെ 10% എത്രയെന്ന് ചോദിച്ചിട്ട് നിങ്ങളോട് തന്നിരിക്കുകയാണ് 500 എന്ന സംഖ്യയുടെ 20% എത്ര ഇല്ലേ? 500ന്റെ 20% എത്രയെന്ന് കാണാൻ എത്ര ഉള്ളു പണി. 500ന്റെ 10% എത്രയെന്ന് നമുക്ക് അറിയാം. എത്രയാണ് 500ന്റെ 10%? 50 ആണ്. 50 × 2 എത്രയാണ്? 50 × 2 20% കാണാൻ 2 കൊണ്ട് ഇൻറ്റു ചെയ്യല്ലേ നല്ലത്. അപ്പൊ 20%. 50 × 2 എത്രയാണ്? 100 ആണ്. അപ്പൊ 500ന്റെ 20% എത്രയെന്ന് ചോദിച്ചാൽ അത് 100 അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, സിമ്പിൾ ആയിട്ട് കിട്ടും. എന്താലോചിക്കണം? ഏതൊരു സംഖ്യ തന്നാലും ശതമാനം കാണാൻ തന്നാൽ നിങ്ങൾ വേഗം അതിന്റെ 10% കാണുക. പിന്നെയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 1% കാണാം. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 800ന്റെ 21%. 800ന്റെ 10% എത്രയാണ്? നമ്മൾ പഠിച്ചു 800ന്റെ 10% 80 ആണ്. എന്നിട്ട് 800ന്റെ 20% എത്രയെന്ന് ചോദിച്ചാൽ എത്രയാണ്? 80 × 2 160 ആണ് 800ന്റെ 20%. ഓക്കെ. ഇനി 800ന്റെ 1% എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാലോ, 8 ആണ് അതിന്റെ 1%. ഓക്കെ. അപ്പൊ 160 + 8 അല്ലേ ഉത്തരം? 168 അല്ലേ നമ്മുടെ ഉത്തരം? മനസ്സിൽ തന്നെ നമ്മുടെ കണക്കൂട്ടൽ കഴിഞ്ഞില്ലേ? സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. ഇനി ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ചോ. ഒക്കെ കിട്ടോ, നമ്മളൊന്നും പഠിച്ചിട്ടില്ല. ഓക്കെ. ഇനി സിമ്പിൾ ആയിട്ട് ആലോചിച്ചോ. 800ന്റെ 21% എത്ര? 800ന്റെ 10% എത്രയാണ്? 800ന്റെ 10% എത്ര? 80 ആണ് അല്ലേ? 10% 80 ആണെങ്കിൽ 20% എത്രയാവും? 160 ആവും. 30% എത്രയാവും? 240 ആവും. ഓക്കെ. അപ്പൊ അങ്ങനെ പോവാലോ. കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് 800ന്റെ 10% എത്രയെന്നല്ല നമ്മുടെ ചോദ്യം. 800ന്റെ 21% എത്ര? 21% ഒക്കെ എങ്ങനെ കാണാനാ? ഈ 1, 3 ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ഇങ്ങനെ ഒന്ന് ആലോചിച്ച് ടെൻഷൻ ആവരുത്. സിമ്പിൾ ആണ്. അത്ര സിമ്പിൾ ആയ ഒരു ചോദ്യം ഒന്നും വിട്ട് കളയരുത്. പലരും വിട്ട് കളയുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഏതൊരു സംഖ്യയുടെയും 10% കാണാം. 800ന്റെ 10% 80, 800ന്റെ 20% 160. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? 20% നമുക്ക് കിട്ടി. 21% ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ 1% കൂടി കണ്ടാൽ പോരെ. എത്രയാണ് 1%? 800ന്റെ 1% എത്രയെന്ന് ചോദിച്ചാൽ അത് 8 ആണ്. 160 + 8 എത്രയാണ്? 168 ആണ് കേട്ടോ നമ്മുടെ ഉത്തരം. 168. ഓക്കെ. കിട്ടിയോ? അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടു? 800ന്റെ 10% നമ്മളോട് ചോദിച്ചാൽ ഈ 0 കളയുക. 80 ആണ് 800ന്റെ 10%. ഇനി 800ന്റെ 1% ചോദിച്ചാൽ ഈ 0 കളയുക. അപ്പൊ എത്രയാണ്? 8 ആണ് നമ്മുടെ 1%. അപ്പൊ അതുവരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുവേ. 800ന്റെ 20% ചോദിച്ചാൽ 800ന്റെ 10% നിങ്ങൾക്ക് കിട്ടി 80 ആണെങ്കിൽ 80 × 2 20% അല്ലേ കാണുന്നുണ്ട്. അപ്പൊ 80 × 2 160. ഓക്കെ. 160 ആണ് 800ന്റെ 20%. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 1%. 1% എങ്ങനെ കാണാം? സോറി, 1% നമുക്ക് എങ്ങനെ കാണാം? 800ന്റെ 10% നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു? 80 ആണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ 1% എത്ര? ഇനിയിപ്പോ നിങ്ങൾക്ക് 1%ക്ക് ആദ്യം തന്നെ പോകാൻ പറ്റില്ലെങ്കിൽ 10% നിങ്ങൾക്ക് കിട്ടിയേ. അതിന്റെ 1% കാണാൻ നിങ്ങൾക്ക് പണിയില്ലല്ലോ. ഡിവൈഡർ ബൈ 10 ചെയ്തു. അത്രയും കിട്ടാത്തവരാണെങ്കിലൊക്കെ അത് ചെയ്താൽ മതി. കാരണം സിമ്പിൾ ആയിട്ട് മനസ്സിൽ കണക്കൂട്ടാനുള്ള കാര്യമാണ്. അതിനൊന്നും അത്ര സമയം കളയരുത്. അപ്പൊ 800ന്റെ 21% എന്ന് പറയുന്നത് 168 ആണ്. അത് നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് അറിയാലോ. 800ന്റെ 10% 80 ആണെങ്കിൽ 80 + 80 280 അല്ലേ 20% ആവുക. അപ്പൊ 80 + 80 പിന്നെ പ്ലസ് എന്ത് കൂട്ടണം? +8 കൂട്ടണം. 8 എന്താണ്? 1% അപ്പൊ 21% = എത്രയാണ്? 168 ആണ് നമ്മുടെ ഉത്തരം. ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗം ഒന്ന് നോക്കി നോക്കാം. അപ്പൊ ചിലപ്പോൾ കിട്ടും. 480ന്റെ 15% എത്ര? അടുത്ത ദുൽമ് അല്ലേ? 15% ഒക്കെ ചോദിച്ചാൽ എങ്ങനെ കണ്ടുപിടിക്കാനാ സാറേ? അപ്പൊ നമ്മൾ പഠിച്ചു 10% എത്ര? ഇനി നിങ്ങൾ പറയും 480ന്റെ 10% എത്രയാണ്? 480ന്റെ 10% നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞു. 480ന്റെ 10% എത്രയാണ്? 480. ഇതിന്റെ 10% കാണാൻ ഞാൻ എന്ത് പറഞ്ഞു? 0 കളയണം. ഓക്കെ. 480ന്റെ 10% ആണ് 48. 480ന്റെ 10% നിങ്ങൾക്ക് 48 ആണെങ്കിൽ അതിന്റെ 5% എത്രയാണ്? 10ന്റെ പകുതിയാണ് 5. അപ്പൊ അതിന്റെ 5% എത്രയാണ്? 24 ആണ്. അപ്പൊ 48 + 24 എത്രയാണ് നമ്മുടെ ഉത്തരം? 12. ഇനി എത്രയാണ്? 72 അല്ലേ നമ്മുടെ ഉത്തരം? 72 ആണ് നമ്മുടെ ഉത്തരം. കിട്ടിയോ? ഒരു വട്ടം കൂടി ഒന്ന് ചെയ്ത് കാണിക്കട്ടെ. 480ന്റെ 15%. ആദ്യം ഏത് ചോദ്യം കണ്ടാലും 10% മനസ്സിൽ തന്നെ വരണം. സിമ്പിൾ ആയിട്ട് 10% കിട്ടിയാൽ ബാക്കി നിങ്ങൾക്ക് കിട്ടും. കാരണം ഇനിയിപ്പോ 10% കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ. ചിലപ്പോൾ ഈ 10% പോലും ഇല്ലാത്ത ഓപ്ഷൻ ആയിരിക്കും അതിൽ തന്നിട്ടുണ്ടാവുക 15%. അപ്പൊ ഓപ്ഷൻസ് കട്ട് ചെയ്ത് കളയാലോ. ഓക്കെ. അപ്പൊ എന്തായിരിക്കണം? 480ന്റെ 15%. അപ്പൊ 480ന്റെ
10% എത്രയെന്ന് ചോദിച്ചാൽ അത് 48 48. ഇനി 480ന്റെ 5% എത്രയെന്ന് ചോദിച്ചാൽ ഈ 10ന്റെ പകുതിയല്ലേ 5, അപ്പൊ 48ന്റെ പകുതിയല്ലേ 5, 5% 24. 24 + 48 = നമ്മുടെ ഉത്തരം 72. സെറ്റ് അല്ലേ? 72 ഉത്തരല്ലേ? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. അതും ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? എക്സിന്റെ 12% 60 ആയാൽ എക്സിന്റെ വില എത്ര? ചോദ്യം കണ്ടോ കിളി പോവും. സിമ്പിൾ ആണ്, കിളി പോകുന്നില്ല, കാരണം അത്ര സിമ്പിൾ ആയിട്ട് ഇത് വർക്ക്ഔട്ട് ചെയ്ത് കൊടുക്കും. ഞാൻ പറഞ്ഞ ദിവസം 10-20 മിനിറ്റ് മാക്സിനായിട്ട് മാറ്റിയിരിക്കുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ പുഷ്പം പോലെ അവർ ചെയ്തിട്ട് ഇറങ്ങിപ്പോകും. ഓക്കെ, സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യമാണ്. എക്സിന്റെ 12% 60 ആയാൽ, ഞാൻ പറഞ്ഞു 12% 60. ഓക്കെ, 12% 60 ആണ് നമുക്ക് തന്നു. അപ്പൊ അതിന്റെ 10% നമുക്ക് എങ്ങനെ കാണാം? 12% 60 ആണ്. ഓക്കെ, 12% 60. 12% 60. അപ്പൊ അതിന്റെ 20% എത്രയായിരിക്കും? 12% 60 ആണെങ്കിൽ, അല്ല, അതിന്റെ 2% എത്രയാണ്? കിട്ടിയോ? 2% എത്രയാണ്? 12% എന്ന് പറയുന്നത് 60 ആണ്. അതിന്റെ 2% എത്രയാണ്? 2% = 10 ആണ് അല്ലേ? 2% 10 അല്ലേ? 10 10 10 10 എത്ര 10 ആയി? 4, പിന്നെയും 10 10, ഇങ്ങനെ 6 10 കൂടിച്ചേരുന്നതല്ലേ 60 അല്ലേ? അപ്പൊ ഇതിനെ 6 ആക്കി മാറ്റാം. സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു തരികയാണ്, അധികം ആലോചിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 6 എണ്ണാക്കി നമ്മൾ മാറ്റി. ഇതൊരു 2, ഇതൊരു 2, 2 × 10, അങ്ങനെ 2% ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം. 12% = 60. ഇതിനെന്തോ വലുതായിട്ട് നിങ്ങൾ ആലോചിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ ടെൻഷൻ വരുന്നത് മാത്സ് കാണുമ്പോൾ. 12% 60 ആണെങ്കിൽ ഈ 6നെ 6 ആക്കി ഡിവൈഡ് ചെയ്യുക. ആദ്യം 6നെ 6 ആക്കി ഡിവൈഡ് ചെയ്താൽ 10 ആണ്. ഓക്കെ, 6നെ 6 ആക്കി ഡിവൈഡ് ചെയ്തേ. ഇനി 12നെ 6 ആക്കി ഡിവൈഡ് ചെയ്താൽ 2 ആണ്. അപ്പൊ അതിന്റെ 2% എന്ന് പറയുന്നത് 10 ആണ്. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? എക്സിന്റെ വില എത്ര? അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് എത്രയാണ്? 2% 10 കിട്ടിയെങ്കിൽ 1% എത്രയാണ്? 5 അല്ലേ? 1% 5 അല്ലേ? 1% 5 ആണെങ്കിൽ 10% എത്രയാണ്? 50 ആണ്. 1% 5 ആണെങ്കിൽ 100% എത്രയാണ്? 500 ആണ്. ഓക്കെ, അപ്പൊ 500 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇനി സിമ്പിൾ ആയിട്ട് ഒരട്ടം കൂടി പറഞ്ഞുതരാം. 12% 60 ആയാൽ 12% 60. ഈ 12നെ നമുക്ക് 6 ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടും. 60നെ നമുക്ക് സിമ്പിൾ ആയിട്ട് 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 10 കിട്ടും. ഏതൊരു സംഖ്യ കിട്ടിയാലും അതിൽ 10ൽ എന്തെങ്കിലും കണക്ഷൻ നമുക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. അപ്പൊ ഇതിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് 10 കിട്ടും. അപ്പൊ എന്താണ്? 6 ആക്കി ഡിവൈഡ് ചെയ്ത 10ഉം അതിന്റെ 2% അല്ലേ? ഇവിടെ ഇതിനെ 6 ആക്കി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. അപ്പൊ 2% = 10 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2% 10 ആണെങ്കിൽ 1% എത്രയാണ്? 1% 5 ആണ്. 1% 5 ആണ്. 5ന്റെ 10% നമ്മളോട് ചോദിക്കുന്നെങ്കിൽ നമുക്ക് എക്സിന്റെ വിലയല്ലേ കിട്ടേണ്ടത്? എക്സ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്? എക്സിന്റെ 12%. 5ന്റെ 12% ഒരിക്കലും 60 ആവില്ല. അപ്പൊ എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇപ്പൊ ആകെ കിട്ടിയിട്ടുള്ളത് അതിന്റെ 1% അപ്പൊ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കാണണമെങ്കിൽ അതിന്റെ 100% എത്രയെന്ന് കണ്ടുപിടിക്കണം. 5 × 100 എത്രയാണ്? 500 ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, 500. 500 എവിടെ? ഓപ്ഷനിൽ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. സിമ്പിൾ അല്ലേ? ഇനി അടുത്ത് നോക്കാം. ഒരാളുടെ ശമ്പളം 20% കുറച്ച ശേഷം 20% വർദ്ധിപ്പിച്ചാൽ വ്യത്യാസം എത്ര? സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. 0 അല്ലേ? ഓക്കെ, 0 ഉത്തരം കിട്ടിയില്ലേ? എന്നാ തെറ്റാണ് കേട്ടോ. ഓക്കെ, അത് തെറ്റാണ്. അപ്പോൾ 20% കുറച്ച ശേഷം 20% കൂട്ടിയാൽ എങ്ങനെയാണ് നമുക്ക് 0 കിട്ടുക? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം ശമ്പളം കിട്ടുകയാണ്. അതിൽ 20% കുറച്ചു. 20% പറഞ്ഞാൽ 20,000 കുറച്ചു. 20,000 കുറച്ച ശേഷം അപ്പൊ നിങ്ങൾക്ക് എത്ര കിട്ടുന്നുണ്ട്? 80,000 രൂപ കിട്ടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ആ 80,000ന്റെ 20% അല്ലേ കൂട്ടുക? ഓക്കെ, 80,000 രൂപയുടെ 20% നിങ്ങൾക്ക് കൂട്ടുക. നിങ്ങൾക്ക് 80,000 ആണ് ഇപ്പൊ ശമ്പളം. ഒരു വട്ടം കൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുകയാണ്. അമ്പട, 1 ലക്ഷം രൂപ എന്താണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുകയാണ്. അപ്പൊ അടുത്ത മാസം ഓണർ പറയാണ്, അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് 80,000 രൂപയാണ് ശമ്പളം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാണ്, 20% കുറച്ചിട്ടേ നിങ്ങൾക്ക് ശമ്പളം തരൂ. സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ എത്രയാണ് 20%? 20,000 രൂപയാണ്. അത് നമുക്ക് കുറച്ചു. അടുത്ത മാസം നമുക്ക് കിട്ടിയ ശമ്പളം എന്ന് പറയുന്നത് 80,000 രൂപയാണ്. പിന്നെയും നമ്മുടെ ഓണർ വന്ന് നമ്മളോട് പറയാണ്, കൺഗ്രാജുലേഷൻ, നിങ്ങളുടെ 20% വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എത്ര ശമ്പളം കിട്ടുന്നുണ്ട്? 80,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. അതിൽ 20% കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പൊ എന്താവും? 80,000ന്റെ 20%വും 1 ലക്ഷത്തിന്റെ 20% തമ്മിൽ വ്യത്യാസമല്ലേ? ഓക്കെ, 1 ലക്ഷത്തിന്റെ 20% എന്ന് പറയുന്നത് 20,000 ആണ്. 80,000ന്റെ 20% എന്ന് പറയുന്നത് 16,000 ആണ്.
അപ്പൊ 16,000 കൂട്ടിക്കഴിഞ്ഞാൽ 96,000 രൂപയാണ് നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത്. അപ്പൊ കിട്ടിയോ? വ്യത്യാസം എത്രയെന്നല്ല നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയില്ലേ? ഇനി അതിന്റെ കണക്ക് കാട്ടിത്തരാം. ഒരാളുടെ ശമ്പളം 20% കുറച്ചു. 100% ഉണ്ടായിരുന്ന ശമ്പളം 20% കുറച്ചിട്ടാണ് അയാൾക്ക് കൊടുക്കുന്നത്. അപ്പൊ 100% ഉണ്ടായിരുന്നത് 80 ആയിട്ട് മാറി. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ തന്നെ 1,00,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിരുന്നു. എന്ത് പറഞ്ഞു? 1,00,000 രൂപ നിങ്ങൾക്ക് ശമ്പളം കിട്ടിയിരുന്നു. അപ്പോഴാണ് ഓണർ വന്ന് പറയുന്നത്, കൺഗ്രാറ്റുലേഷൻ, നിങ്ങളുടെ ശമ്പളം കുറച്ചിരിക്കുന്നു. എത്രയാണ്? നിങ്ങൾക്ക് 80,000 രൂപയാണ് അടുത്ത മാസം തൊട്ട് കിട്ടുക. അങ്ങനെയല്ല പറയാ. എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? 20% നിങ്ങളുടെ കുറയ്ക്കുകയാണ്, അടുത്ത മാസം തൊട്ട് ശമ്പളം കുറയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ 20% കുറച്ചു. 1,00,000ന്റെ 20% കുറച്ചാൽ എത്രയാണ്? 20,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 80,000 രൂപ അടുത്ത മാസം കിട്ടും. ഓക്കെ, അപ്പൊ അടുത്ത മാസം ചകഞ്ഞു പണിയെടുത്തു. ഓണറിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായാലും കുറേ പണിയെടുത്തു. അപ്പൊ ഓണർ എന്ന് പറയാണ്, കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾക്ക് എന്തായി? 20% വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ ശമ്പളം എത്രയാണ്? കഴിഞ്ഞ മാസം ഒരു 20 കുറച്ചിരുന്നു. അപ്പൊ ശമ്പളം എത്രയാണ്? 80,000 രൂപയാണ്. അതിൽ നിന്നും കൺഗ്രാറ്റുലേഷൻ പ്രകാരം 20,000 നിങ്ങൾക്ക് പിന്നെയും കൂട്ടിക്കഴിഞ്ഞു. എത്രയാണ്? 80,000ന്റെ 20%. ഞാൻ പറഞ്ഞു 80,000ന്റെ നോക്കണ്ട, നിങ്ങൾ എന്ത് നോക്കിയാൽ മതി? ഈ 80%ന്റെ 20% നോക്കിയാൽ മതി. ഓക്കെ, നമ്മളിവിടെ ശതമാനത്തിന്റെ കണക്ക് ചെയ്യാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അപ്പൊ 100 ഉണ്ടായിരുന്ന സാധനം നിങ്ങൾക്ക് 80 ആയി കുറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഓണർ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് 80 ഉള്ള സാധനത്തിൽ നിന്നും 20 പിന്നെയും വർദ്ധിച്ചിരിക്കുന്നു. അപ്പൊ ഈ 80ന്റെ 20% അല്ലേ കാണുന്നത്? 80ന്റെ 10% എത്രയാണ്? 80ന്റെ 10% എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ, 80ന്റെ 10% 8. അപ്പൊ 80ന്റെ 20% എത്രയാണ്? 16 ആണ് കേട്ടോ. 80ന്റെ 20% 16 ആണ്. അപ്പൊ 80 + 16 96 ആയിട്ട് കൂടി. മുമ്പ് 100 ഉണ്ടായിരുന്ന സാധനം ഇപ്പൊ 96ലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അപ്പൊ വ്യത്യാസം എത്ര? 4%. ക്ലിയർ അല്ലേ? ഇനി ഒരു വട്ടം കൂടി കണക്കായിട്ട് തന്നെ പറഞ്ഞുതരാം. 100% ശമ്പളം ഉണ്ടായിരുന്ന നിങ്ങൾക്ക് അത് കുറച്ചിട്ട് നിങ്ങൾ പണിയെടുക്കണില്ല. അപ്പൊ എന്തായി? കുറച്ചു. നിങ്ങൾക്ക് 20% കുറച്ചിരിക്കുന്നു. ഓക്കെ, 20% കുറച്ചു. അപ്പൊ അടുത്ത മാസം നല്ലോണം പണിയെടുത്തു. 80% ശമ്പളം ഉണ്ടായിരുന്ന സാധനം ഓണർ വന്നിട്ട് പറയാണ്, നിങ്ങൾക്ക് 20% കൂട്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് ഒരു മെത്തേഡ് ആലോചിച്ചാൽ മതി. നിങ്ങൾ എന്താ ആലോചിക്കണം? 20 കുറച്ച് 20 കൂട്ടിക്കഴിഞ്ഞാൽ ഒരേപോലെ ആവൂല എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇങ്ങനെ ചോദ്യം വന്നാൽ എന്താണ്? ഒരേപോലെ ആവൂല. കാരണം 1,00,000ത്തിൽ നിന്നും നിങ്ങൾക്ക് ഒരു വട്ടം കുറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആ കുറഞ്ഞതിൽ നിന്നാണ് നിങ്ങൾക്ക് കൂട്ടാന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇവിടെ നിങ്ങളെ പറ്റിക്കണം അവര്. 0 എന്തായാലും ഓപ്ഷനിൽ ഉണ്ടാവും. 0 പോയി കുത്തരുത്. എന്താണ്? 1,00,000ത്തിൽ നിന്ന് നിങ്ങൾക്ക് 20 ആദ്യം കുറഞ്ഞതല്ലേ, പിന്നെയല്ലേ 20 കൂടിയത്. അപ്പൊ ആ 80ൽ നിന്നല്ലേ 20 കൂടുക. ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് ഇപ്പൊ 80,000 ആണ് ഉള്ളത്. ഈ 80% ശമ്പളം കിട്ടുന്നത്. ഈ 80ന്റെ 20 എത്രയെന്ന് ചോദിച്ചാൽ ഈ 80 എന്നതിന്റെ 20% എത്രയെന്ന് ചോദിച്ചാൽ അത് 16 ആണ്. 80 + 16 96 ആണ്. അപ്പൊ ആദ്യം 100 ഉണ്ടായിരുന്നു, ഇപ്പൊ 96 ആയി. വ്യത്യാസം എത്രയാണ്? 100ന്റെയും 96ന്റെയും വ്യത്യാസം എത്രയാണ്? 4%. അതും ക്ലിയർ അല്ലേ? പെർഫെക്റ്റ് അല്ലേ? അപ്പൊ ഇന്ന് പഠിച്ച മാത്സ് നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഇങ്ങനെ ഓരോ ഭാഗത്തു നിന്നും എന്തെങ്കിലും പൊടിക്കൈകൾ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ പഠിച്ച ഭാഗങ്ങളൊക്കെ റിവൈസ് ചെയ്യുക. ഇന്നത്തെ ഭാഗം നിങ്ങൾ റിവൈസ് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയ ശേഷം മാത്രം അടുത്ത ഭാഗം കാണുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.